प्रेज द लॉर्ड, प्रेज द लॉर्ड। मेरी आवाज क्लियर है? क्लियर है पास्टर जी। ठीक ठीक, एक मिनट। हाँ, प्रेज പ്രൈസ് ദി ലോർഡ്. सबको जय मसीह की. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ വിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. सबको मेरा मसीह वंदन देना चाहता हूँ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. बड़े प्रार्थना समेत हम इस क्लास में प्रवेश करें. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോയി. അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ ഇങ്ങനെ ദൈവത്തിന്റെ ജനത്തിനോട് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ സമയത്തിനായി, അവസരത്തിനായി ദൈവത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. पिछले सप्ताह में बैंगलोर में एक मीटिंग में जाना था, इसलिए क्लास जो है कर नहीं पाए, लेकिन मैं आज प्रभु को धन्यवाद करती हूँ आज फिर से जुड़ने के लिए, आप सबों के संग रहने के लिए, सिखाने के लिए परमेश्वर ने दिया हुआ अवसर को बहुमूल्य समझ के प्रभु को धन्यवाद करता हूँ. കർത്താവിന്റെ ബഹുമൂല്യ ദാസന്മാര്, അഭിഷിക്തന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാം പാസ്റ്റർ, അലക്സാണ്ടർ പാസ്റ്റർ, വർഗീസ് പാസ്റ്റർ, പി എ ജോസഫ് പാസ്റ്റർ, സ്തോത്രം. എല്ലാവരും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. എല്ലാ വിശ്വാസികൾക്കുമായി വന്ദനം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. परमेश्वर के अभिषिक्त दास जितने भी ऑनलाइन मौजूद है, टीटी अब्राहम पास्टर अंकल, अलेक्जेंडर पास्टर, वर्गीस पास्टर, जोसेफ पास्टर अंकल, बाबू पास्टर, सबों को मेरा वंदन देता हूँ और प्रार्थना समेत हम क्लास में प्रवेश करेंगे. നമ്മള് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. पिछले सप्ताह हमने जो कुछ भी मनन किया, मैं विश्वास करता हूँ आपको स्मरण है. നമ്മള് കഴിഞ്ഞ ആഴ്ചകളില് ചിന്തിച്ചുകൊണ്ടിരുന്നത് ദാനിയേൽ പ്രവചനത്തിന്റെ അകത്തെ 2-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം, വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്തുനിന്ന് നമ്മൾ അതിന്റെ 12-ാം അധ്യായം, 13-ാം അധ്യായം, ഈ എല്ലാ അധ്യായങ്ങളെയും ചേർത്ത് കണക്ട് ചെയ്തുള്ള ഒരു സ്റ്റഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്യുവാനായിട്ട് ഇടയായി. पिछले कुछ सप्ताह से हम दानियल का दूसरा अध्याय 7, 8 और प्रकाशित वाक्य 12, 13 ये सब कंबाइन कनेक्टेड कुछ स्टडी करने के लिए परमेश्वर ने सहायता की. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ അകത്ത് നെബൂഖദ്നേസറിന് ദൈവം കൊടുക്കുന്ന ഒരു സ്വപ്നമാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നത് ദാനിയേൽ എന്ന അഭിഷക്തനായ ദൈവദാസനാണ്. പക്ഷെ നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ദാനിയേലിന് ലഭിക്കുന്ന സ്വപ്നമാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നത് ദൈവിക ദൂതനാണ്. हमने पिछले सप्ताह देखा कि दानियल का दूसरा अध्याय में नेबुकदनेस्सर राजा ने एक स्वप्न को देखा, जिसको दानियल ने जो है उसका अर्थ बताया, लेकिन 7वां अध्याय में दानियल का स्वप्न है जो स्वर्गदूत उसका अर्थ हमें बता रहे. നമ്മൾ 2-ാം അധ്യായത്തിന്റെ അകത്തെ വിഷയങ്ങളെ കാണുവാനിടയായി. ബാബിലോണിയ സാമ്രാജ്യവും, മെദി പേർഷ്യൻ രാജ്യവും, യവന രാജ്യവും, റോമൻ സാമ്രാജ്യവും, അതിനെ പറ്റിയുള്ള ആ ദർശനം അല്ലെങ്കിൽ സ്വപ്നം നെബൂഖദ്നേസർ കാണുന്നു. വരാൻ പോകുന്ന രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന് ദൈവം കൊടുക്കുകയാണ്. और आने वाले घटनाओं के विषय में एक दर्शन परमेश्वर ने नेबुकदनेस्सर राजा को दिया. उस स्वप्न के कुछ पहलियों को हमने देखा, जो राष्ट्र बेबीलोन, मेदी, फारस और यूनानी और रोमी राष्ट्र के विषय में था. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണം, അവസാനമായി യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടും ആ അധ്യായത്തിന്റെ അകത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. और उसी अध्याय में हम देखते हैं कि यीशु मसीह का प्रकटीकरण और अंति विरोधी मसीह का विषय में भी हमने देखा. 7-ാം അധ്യായമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനിടയായത്. അതൊരു മൃഗഭരണമായിട്ട് നമ്മൾ കാണുവാനിടയായി.
और 7वां अध्याय, दानिएल का किताब 7वां अध्याय के विषय में हमने पिछले सप्ताह देखा, जो पशुओं का भरण या जानवरों का भरण या या राज्य के विषय में था। യാ ആ, 4 തരത്തിലുള്ള മൃഗങ്ങൾ ആ, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ആ മൃഗഭരണത്തിന്റെ സോഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനിടയായി. और 4 प्रकार के जंतुएं समुद्र से बाहर आते और उनका सोर्स के विषय में हमने पिछले सप्ताह देखा। ഇത് നമ്മളൊന്ന് ചിന്തിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്ന ആ മൃഗമായിരിക്കുന്ന അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആ ശക്തിയാണ്, സ്പിരിറ്റ് ആണ് എന്ന് നാം കാണുവാനുണ്ട്. और ये सब हमने क्योंकि पिछले दिनों में पढ़ाई किया, फिर से दोहराना नहीं चाहता हूँ, लेकिन हमने ये देखा और जाना कि ये सारे जानवरों और जितने भी भरणाधिकारी है, उनके पीछे का जो शक्ति है, विरोधी मसीह का शक्ति या उसका स्पिरिट है। അത് കഴിഞ്ഞിട്ട് ആ 7-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിപ്രധാനമായിട്ടുള്ള വിരോധി മസിയുടെ അല്ലെങ്കിൽ ആ എതിർ ക്രിസ്തുവിന്റെ ആ വെളിപ്പാട്, ആ അവന്റെ ശക്തി, അവന്റെ ഭരണം, അവൻ എങ്ങനെ വരും, അവന്റെ സ്വഭാവം എന്ത്, അത് അവിടെ കാണിച്ചു തരികയാണ്. और 7वां अध्याय का 7 और 8 वचन में खास करके विरोधी मसीह के विषय में वहां बताया है, वो कैसे आने वाला है, उसकी शक्ति क्या है, उसका शासन कैसा होगा, ये सब विषय में हमने देखा। റോമൻ സാമ്രാജ്യ വിഘടിച്ച് 10 തലത്തിലുള്ള അല്ലെങ്കിൽ 10 തരമായിരിക്കുന്ന രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കൊമ്പ് മുളച്ചു വരും. അതിന് ആ ചെറിയ കൊമ്പ് ആ എല്ലാ മുൻ ഉണ്ടായ എല്ലാ കൊമ്പുകളെക്കാട്ടിലും വലുതാകാൻ തുടങ്ങുന്നു. അങ്ങനെ അതിന് അതിന്റെ ആ കൊമ്പുകളുടെ ഒരു കണ്ണുള്ളതായിട്ട്, വമ്പ് പറയുന്ന ഒരു വായുള്ളതായി, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനുണ്ടായി. पिछले सप्ताह हमने देखा कि जो 10वां वचन, 7 का 10वां वचन में खासकर विरोधी मसीह के विषय में रोमी राष्ट्र साम्राज्य में से 10 जो राष्ट्र बना, उनमें से एक छोटा सा सींग, मतलब उनमें से एक छोटा एक छोटा बनकर जो है विरोधी मसीह जो है प्रकट होगा, लेकिन वो फिर एक बड़ा बन जाएगा, उसके पास एक आंख है, झूठ बोलने वाला एक मुंह है करके हमने पिछले सप्ताह देखा। ഓക്കെ, ആ, എതിർ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ 3 തലത്തിലുള്ള ആ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി. और मसीह विरोधी जो है उसका स्वभाव के विषय में हमने पिछले सप्ताह देखा, जो 3 प्रकार का है। ഓക്കെ, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആ 9-ാം അധ്യായം, 8-ാം അധ്യായത്തിന്റെ അകത്ത് മിഡോ പേർഷ്യനും യവന സാമ്രാജ്യത്തെ കുറിച്ചുള്ള ആധാരവും നമ്മൾ അത് ചിന്തിക്കുവാനായി. അപ്പൊ 9-ാം അധ്യായം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യായമാണ്. 8वां अध्याय में मेदो फारस और यूनानी राज्य के विषय में, 9वां अध्याय जो है बहुत ही इम्पोर्टेंट है। ഇതിന്റെ അകത്താണ്, ഇതിനെ ആഴമായിട്ട് നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്, കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ്. ഇതാണ് 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് തരുന്ന ഒരു അധ്യായമാണ് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. दानियल का पुस्तक 9 अध्याय जो है, ये हमेशा हम पढ़ाने वाले विषय, जो 70 सप्ताहों का प्रकटीकरण जो परमेश्वर ने दिया, उस विषय में ये अध्याय बताता है। അതിന്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള വാക്യം അതിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യമാണ്. और इस अध्याय का जो मुख्य विषय जो है, उसका वचन 24 से लेके 27 तक है। അപ്പം ഞാൻ അത് ഹിന്ദിയിൽ ഇവിടെ എല്ലാവർക്കും ഹിന്ദിക്കാർ കൂടുതലായതുകൊണ്ട് ഹിന്ദിയിൽ അതിനെ ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വചനം നമ്മളിപ്പോ ധ്യാനിക്കാൻ പോവുകയാണ്. ഈ 70 വീക്സ് ആണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. हमारा आज का जो सब्जेक्ट विषय जो है, मुद्दा 70 सप्ताह के विषय में है और 24
9 अध्याय का 24 से कुछ वचन जो है आपके स्क्रीन में मैंने आपके लिए ആ यहाँ पर पेश किया है। ഒന്ന് വായിച്ചേര്, ഒന്ന് വായിച്ചേര്. तेरे लोगों और तेरे पवित्र नगर के लिए 70 सप्ताह ആ ठहराया गया ആ है। ഒരു മിനിറ്റ് മോളെ. തേരെ ലോഗ് और तेरे पवित्र नगर. तो ये ദാനിയേൽ, അത് ദാനിയേലിനോട് സംസാരിക്കുകയാണ്. അപ്പം ആ, അതിന് ആ ആ വിഷയം ദാനിയേലിനോടാണ് സ്വർഗദൂതൻ പറയുന്നത്. നിന്റെ ജനം, ആ വിശുദ്ധമായ നഗരം, ഇത് ആ, നിന്റെ ലോകമെന്ന് അല്ല, നിന്റെ ആ, ആ, തേരെ ലോക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് യഹൂദന്മാരെ കുറിച്ചും എരിശലേം എന്ന ആ പവിത്രമായ നഗരത്തെ കുറിച്ചുമാണ് ഇവിടെ ദൂതൻ വെളിപ്പെടുത്തുന്നത്. स्वर्गदूत जो है ये वचन जब दानियल को बताया वहां पर शब्द शुरू होता है तेरे लोग और तेरे पवित्र नगर। सो ആ, दूत जो है अ, दानियल से बात कर रहे तेरे लोग और तेरा शहर मतलब यहूदियों के विषय में और यरूशलेम नगर के विषय में बताया गया है। ഓക്കെ, നിന്റെ ജനം യഹൂദന്മാരാണ്. ആ സ്ഥലം യെരുശലേം എന്നുള്ള യെരുശലേമിനെ കുറിച്ചാണ് അവർ പറയുന്നത്. तेरे लोग जो है स्वर्गदूत दानियल से जो कह रहे मतलब उसके यहाँ के यहूदी लोग और पवित्र नगर तेरे पवित्र नगर का अर्थ है कि उन लोग वास करने वाला यरूशलेम नगर। ആ അവിടെ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാക്യമാണ് നമ്മളിപ്പോ നമ്മളത് പഠിക്കാൻ പോകുന്നത്. 70 ആഴ്ചവട്ടം. हम अभी जो पढ़ने जा रहे हैं उसका विषय मुद्दा जो है वो है 70 सप्ताह जो उनके लिए ठहराए गए हैं। ഈ 70 ആഴ്ചവട്ടത്തിന്റെ ഒരുപാട് പഠനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ കാൽക്കുലേറ്റ് ചെയ്ത് പല രീതി പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ വളരെ വ്യക്തമായി ആ വാക്യങ്ങളെ 25 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളെ ക്രമാനുസാരമായിട്ട് ഇപ്പൊ പഠിക്കാൻ പോവുകയാണ്. और इस 70 सप्ताह के विषय में कई लोग कई प्रकार में जो है पढ़ाते आए हैं। आज हम जो पढ़ने वाले मनन करने वाला विषय जो है 70 सप्ताह है और ये हम व्यक्त रीति से उसके क्रम में जो है मैं सिखाना चाहता हूँ। ഈ 490 വർഷത്തെ നമ്മള് 3 ഭാഗമായി തിരിച്ചിരിക്കുകയാണ്. 490 years जो है इसे हमने 3 भाग में അവിടെ डाला है। അവിടെ ആ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്കത്ത് ആദ്യത്തെ ഒരു ആഴ്ചവട്ടം കാണുകയാണ്. 1 വീക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, ഒരാഴ്ചവട്ടം. 25वां वचन में हम एक सप्ताह के विषय में देखते हैं। ആ ഒരാഴ്ചവട്ടം കാണും. അത് കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കാണുകയാണ്. ഒന്നാമത് പറയുന്നു അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം. അത് കഴിഞ്ഞ് തുടർന്ന് 62 ആഴ്ചവട്ടം. അതിന്റെ വീതിയും കിടങ്ങുമായി കഷ്ടങ്ങളിൽ തന്നെ വീണ്ടും പണി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. തന്നെക്കല്ലതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടോ 27 വരുമ്പോൾ, ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരെയും നിയമം കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തലാക്കും. അപ്പോൾ അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ 7 വീക്സ്, രണ്ടാമത് 62 വീക്സ്, മൂന്നാമത് 1 വീക്ക്. सो यहाँ पर മനസ്സിലായോ? जो है 3 Yeah. सप्ताह में जो डिवाइड किया 3 भाग किया वो पहला है 7 वीक फिर 62 वीक सप्ताह और आखिर में जो है 1 सप्ताह। അങ്ങനെ 70, അങ്ങനെയാണ് 70 ആഴ്ചവട്ടം വരുന്നത്. वो कुल मिलाकर जो है 70 सप्ताह बनता ഈ है। ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് 7 ഒരു പൂർണ്ണസംഖ്യയായിട്ടാണ് നമ്മൾ കാണുന്നത്. 7 जो है एक पूर्ण संज्ञा करके हम देखते हैं। അപ്പോൾ തന്നെ 70 ഈ ജോ വീക്സ് ആഴ്ചവട്ടം അല്ലെങ്കിൽ ഈ 70 വീക്സിനെ പറ്റി പല പഠനങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. और ये 70 सप्ताह के विषय में उत्पत्ति से लेके मलाकी में हम कई प्रकार में पढ़ते हैं जानते हैं। ആ ആ ആ വിഷയത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് പോകുന്നില്ല.
പോകുമ്പോൾ അത് പഠനം എഴുതും. അബ്രഹാം മുതൽ ആ, കനാനിൽ പ്രവേശിക്കുന്ന സമയം വരെ 490 വർഷത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരുണ്ട്. അതിനുശേഷം നമ്മുടെ ആദ്യ രാജാവായ ഷൗലിന്റെ ഭരണകാലം വരെയുള്ള ആ സമയം 490 വർഷമായിട്ട് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പഠിപ്പിലും 490 ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള വലിയ സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഇവിടെ ദാനിയേലിനോട് പറയുകയാണ് 70 ആഴ്ച വട്ടം എന്ന് പറയുന്ന ആ ഒരു സംഖ്യയെ നിയമിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ്. यहाँ पर कई लोग इस प्रकार सिखाते हैं कि उत्पत्ति में अब्राहम जो है, जब वो निकला वायदा सुन के, वो तब से लेकर कनान में प्रवेश होने तक जो संख्या है वो 480 ईयर्स है। फिर राजाओं का वर्ण, पहला राजा शाऊल, इसराइल का पहला राजा शाऊल तक जो है 490 ईयर्स। तो ये जो 70 सप्ताह है, वो कई प्रकार से सिखाने वाले लोग हैं। So, അബി ഈ ദാനിയേൽ പ്രവചനത്തിന്റെ അകത്തെ 70 ആഴ്ചവട്ടത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് ഈ 70 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ് കർത്താവിന്റെ മില്ലീനിയൽ കിങ്ഡം സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടത്തിൽ ദാനിയേലിന്റെ സമയം, ദാനിയേലിന്റെ ദൈവം കൊടുക്കുന്ന വെളിപ്പാട്. അപ്പോൾ ആ വെളിപ്പാടിൽ ഒരു 70 ആഴ്ചവട്ടത്തിന്റെ പ്രാരംഭമുണ്ട്, അതിന്റെ തുടക്കമുണ്ട്. അപ്പൊ ആ തുടക്കം നമ്മൾ കണ്ടുപിടിച്ചാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ആദ്യത്തെ 7 വീക്സ്, 7 ആഴ്ചവട്ടം എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടുള്ള 62 ആഴ്ചവട്ടം എവിടാണ്, ലാസ്റ്റ് ആയിരിക്കുന്ന ഈ ഒരാഴ്ചവട്ടം എന്ന് നടക്കും. ഇതിന്റെ കാൽക്കുലേഷൻ ശരിയാവത്തുള്ളൂ. ദാനിയേലിന് ദൈവം ഈ വെളിപ്പാട് കൊടുക്കുകയാണ്. അപ്പം ദാനിയേലിന് 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒരു നിയമം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. അപ്പോൾ ആ 70 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷമാണ് മില്ലീനിയൽ കിങ്ഡത്തിലേക്ക് പോകുന്നത്. അപ്പം അതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ, ജെറുസലേമിലുള്ള ബന്ധത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഭൂമണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ 70 ആഴ്ചവട്ടത്തിന്റെ അകത്ത്. അപ്പോൾ അത് നടന്ന കാര്യമുണ്ട്, ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നതുണ്ട്, നടക്കാൻ പോകുന്നതുണ്ട്. എല്ലാം കൂടെ പറയാൻ പറ്റും. ഓർമ്മ എത്ര ഉണ്ട് അത്രയും പറയാം. 70 सप्ताह के जो प्रकटीकरण दानियल को परमेश्वर ने दिया है, उसके बाद जो है परमेश्वर का मिलेनियल किंगडम होने वाला है। लेकिन ये 70 सप्ताह में जो है इस्राएल, यरूशलेम और भूमंडल में जो कुछ हो गया है, हो रहा है, होने वाला है, इस विषय का जो है प्रकटीकरण भी दिया गया है. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഒന്ന് 25 വാക്യത്തിന്റെ അകത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് ആ 9-ാം അധ്യായത്തിന്റെ 25 വാക്യത്തിലേക്ക് വരുമ്പോൾ, 24 വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു കൂട്ടം കാര്യങ്ങളെ പറഞ്ഞ ശേഷമാണ് ഈ 70 ആഴ്ചവട്ടം തുടങ്ങാൻ പോകുന്നത്. 9 अध्याय का 24 वचन में जो 70 सप्ताह के विषय में बताया, वहां पर कुछ घटनाएं होने के बाद ആറ് പ്രകാരത്തിലുള്ള കാര്യത്തെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് ഈ 70 ആഴ്ചവട്ടത്തിന്റെ വെളിപ്പാട് ദാനിയേലിന് സ്വർഗ്ഗദൂതൻ കൊടുക്കുന്നത്. और 6 प्रकार का जो घटनाएं जो है ठहराया गया है, और उसके बाद जो है ये 70 सप्ताह की शुरुआत होगा, ऐसा प्रकटीकरण दिया है. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ 70 എന്നുള്ള ഒരു സംഖ്യ നമ്മൾ ആ അധ്യായത്തിന്റെ തന്നെ പ്രാരംഭം തന്നെ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അതിന്റെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിക്കാം. 70 सप्ताह का विषय में 9 अध्याय का पहला और दूसरा वचन में सप्ताह का नहीं, 70.
70 ये जो गिनती है, इसके विषय में जो है 9 अध्याय का पहला और दूसरा वचन में सूचित किया है। वो वचन हम पढ़ेंगे, 9 अध्याय का पहला और दूसरा वचन। मादी या शयर्ष का पुत्र दारा, जो कसदियों के देश पर राजा ठहराया गया था, उसके राज्य के पहले वर्ष में मुझ दानियेल ने शास्त्र के द्वारा समझ लिया कि यरूशलेम की उजड़ी हुई दशा यहोवा के उस वचन के अनुसार जो यिर्मयाह नबी के पास पहुंचा था, कुछ वर्षों के बीतने पर अर्थात 70 वर्ष के बाद पूरी हो जाएगी। ഒന്ന് ചിന്തിച്ചോണം, 70 വർഷം കഴിയുമ്പോൾ, 70 സാൽ കെ ബാദ് यहाँ पर യെരുശലേമിന്റെ ആ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറുമെന്നുള്ള ഒരു പ്രവചനം ഇരമ്യാവ് പ്രവചിച്ചിരുന്നു. 70 वर्ष के बाद यरूशलेम की उजड़ी हुई दशा में जो एक बदलावट आएगा करके यिर्मयाह नबी को परमेश्वर ने प्रकटीकरण दिया था। അപ്പം ദാനിയേല് തന്റെ 13-ാമത്തെ വയസ്സിലാണ് ബാബിലോണിലേക്ക് വരുന്നത്. 13-15 വർഷത്തിന്റെ സമയത്താണ് ബാബിലോണിലേക്ക് വരുന്നത്. दानियल अपने 13 और 15 साल के बीच का उम्र था, एक तरुण था, तब वो बाबिलोन में आया। ഏതാണ്ട് ഇപ്പൊ ഒരു 67 വർഷത്തോളമായി താൻ ഇപ്പോൾ ബാബിലോണിലായിട്ട്. और अब उसे 67 उम्र हो गया है। നോട്ട് ഉമ്മർ, നോട്ട് ഉമ്മർ, ഇയേഴ്സ്. 13 വർഷം കഴിഞ്ഞു, ഇപ്പൊ 27 വർഷമായി. ഈ 67 വർഷമായി. ദാറ്റ് മീൻസ് 80 വർഷത്തോളം ഉമ്മറിലാണ് ഇപ്പൊ. मतलब 67 उम्र हो गया अभी। നോ. सॉरी। 13-ാമത്തെ വയസ്സിൽ വന്നു. ഓക്കെ, ഇനിയിപ്പം ആ വന്ന ശേഷം ഇപ്പൊ ഈ ദർശനം കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് 67 വർഷം കഴിഞ്ഞു. ദാറ്റ് മീൻസ് 80-ാമത്തെ വയസ്സിൽ, 80 years. ओके, 13 साल की उम्र में दानियल जो है बेबीलोन में आया। उसके बाद 67 वर्ष बीतने के बाद अभी उसे कुछ करीब 80 दर्शन मिल उम्र रहा है। है. हाँ, 80 काशी आती है, या भुजन समय में. हाँ हाँ. हम्म। അപ്പൊ ഈ ദർശനം അവൻ 67 ആയിരിക്കുക. അപ്പൊ ഇനി 2-3 വർഷം കഴിയുമ്പോൾ വിടുതലാണ്. 70-ാമത്തെ വർഷമാകുകയാണ്. മനസ്സിലായോ വല്ലതും പറയുന്നത്? सो अगर 67 वर्ष बीत गए, मतलब 3 वर्ष के बाद जो है 70वां वर्ष यिर्मयाह पूरा का बीतेगा। वचन को पूरा करने जा रहा है, पूरा होने जा रहा है. या यिर्मयाह नबी ने जो भविष्यवाणी दिया, वो वर्ष का काल जो है 3 बरस के बाद जो है पूरा होगा। പൂര അപ്പോൾ അത് പൂര ഓലേക്ക്. അപ്പൊ യെരമ്യാവിന്റെ വചനം വായിക്കുകയാണ് പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേല്. ആ വചനം വായിക്കുന്ന ദാനിയേല്, വിശ്വാസ വീരനായ ദാനിയേല്, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദാനിയേല്. ദാനിയേലെ കുറിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വായിച്ച ശേഷം താൻ ദൈവസന്നിധിയിൽ നെടുമ്പാടിൽ ഇരിക്കുകയാണ്. और दानियल के विषय में कुछ खासियत है। वो प्रार्थना करने वाला व्यक्ति है, वो वचन मनन करने वाला है, और विश्वास शूरवीर है। वो पवित्रताई और अलगताई से जीता है, और ये सब मनन करने के बाद जो है वो परमेश्वर के सम्मुख जो है गिर रहा है, परमेश्वर के सम्मुख घुटने में आ रहा है। യാ ഇനിയും അടുത്തു ആ 70 ആഴ്ചവട്ടം വരാൻ, അല്ല സോറി, 70 വർഷം തീരാൻ അടുത്തു വരികയാണ്. തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഇടവിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് താൻ. क्योंकि यिर्मयाह नबी ने कहा हुआ वो 70 वर्ष का पूर्णता होने के करीब आ रहा है, और छुटकारा का करीब आते वक्त वो परमेश्वर के सम्मुख उपवास और प्रार्थना में परमेश्वर के सम्मुख घुटने में है। ഈ വചനം നമ്മയും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് തരുന്ന പ്രോമിസുകൾ അതിന്റെ പൂർത്തിയിലേക്ക് വരുന്ന ആ സമയങ്ങളിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും തടസ്സങ്ങൾ വരാതെ അതിനെ പ്രാപിച്ചെടുക്കുവാൻ മധ്യസ്ഥത അണയ്ക്കേണ്ട ചുമതല ദർശനം പ്രാപിച്ചവർക്കും ആ വചനം പ്രാപിച്ചവർക്കും ദൈവിക വെളിപ്പാടും പ്രവചനമുള്ളവർക്കും വളരെ അത്യന്താപേക്ഷിതമായിരിക്കും. ये वचन हमें कुछ बात सिखाता है कि प्रतिज्ञा पाया हुआ आप और मैं, वो प्रतिज्ञा प्राप्त करने से पहले जो है रुकावटें आएगी। उसे जीतने के लिए हम उपवास और प्रार्थना में परमेश्वर के सम्मुख मध्यस्थ रुकना का एक जिम्मेदारी आपको और मुझे है। ആമേൻ ആമേൻ. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന
തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തന്റെ ജനത്തിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിടുതലിന് തടസ്സമായി ഒന്നും നിൽക്കുവാൻ കഴിയാകാതെ വണ്ണം ദൈവപ്രവൃത്തി ഉണ്ടാകാനായിട്ട് ദൈവസനെ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ ഗബ്രിയേൽ തന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. दानियल जो है अपने पापों को, अपने लोगों के पापों को जो है परमेश्वर के सम्मुख कबूल करके प्रार्थना कर रहा है कि प्रभु का कार्य में कोई रुकावट नहीं होना चाहिए। उस वक्त उपवास और प्रार्थना में रहते वक्त गब्रिएल जो एक संदेश के साथ उसके पास पहुंचता है। യാ ആ 70 ഞാൻ പറഞ്ഞ 70 ആ വർഷത്തിന്റെ കണക്ക് അവിടെ കാണുകയാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ പ്രവചിച്ച പ്രവചനം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. और सदियों पहले जो है, जो भविष्यवाणी यिर्मयाह के द्वारा दिया था, वो पूर्ण होने का समय जो है निकट आ रहा है। അത് കഴിഞ്ഞിട്ട് ആ പൂർത്തീകരണത്തിന്റെ ആ അവസാന സമയങ്ങളിലേക്ക് ദാനിയലിന് ഇപ്പൊ പൂർണ്ണ വിശ്വാസമാകുകയാണ്. ദൈവം കൊടുക്കാൻ പോകുന്ന ഇനിയും എസ്കറ്റോളജിയിൽ നടക്കാൻ പോകുന്ന 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള, അപ്പോൾ തന്റെ ആ ധൈര്യം, തന്റെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. और जो है परमेश्वर का कार्य पूर्ण होने का समय निकट आते वक्त दानियल प्रार्थना और उपवास में बैठते वक्त एस्कटोलॉजी मतलब भविष्य में क्या घटने वाला है 70 सप्ताह के विषय में परमेश्वर उसको प्रकटीकरण देने से पहले वो विश्वास और धीरज में जो है बड़ा हुआ एक व्यक्ति करके हम यहाँ पर देखते हैं। ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ആ യിരെമ്യാവിന്റെ പ്രവചനം പൂർത്തീകരിച്ചെങ്കിൽ ഇന്ന് ജനത്തോട്, ഇന്ന് എന്റെ വചനം നമ്മളിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, യിരെമ്യാവിന്റെ പ്രവചനം 70 വർഷം കഴിയുമ്പോൾ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥയെ മാറ്റി ദൈവം തന്നെ ജനത്തെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് പൂർത്തിയായെങ്കിൽ ഈ 70 ആഴ്ചവട്ടത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും അത് പൂർണ്ണതയിലേക്ക് പൂർത്തീകരിക്കാൻ പോകുന്നു. ആമേൻ. और यिर्मयाह को परमेश्वर ने जो भविष्यवाणी दिया, यदि वो उसका पूर्णता की ओर आ रहा है, करीब है, तो दानियल निश्चित हो गया, विश्वास में हिम्मत पकड़ा कि वो भी 70 सप्ताह के विषय में परमेश्वर जो बताए हैं, वो भी पूर्ण हो गया है और पूर्ण होते रहेगा। അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തെ 69 ആഴ്ചവട്ടവും പൂർത്തീകരിച്ചു. ഇനി ഒരെണ്ണം മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. നാമും ദാനിയേലും എല്ലാവരും ആ സെയിം ആത്മീയ ലെവലിലാണ്. और इसका मतलब ये है कि 69 जो वर्ष जो है बीत चुका, अभी 1 सप्ताह ही बाकी है। आप और दानियल जो अभी एक ही विश्वास के स्तर पर है। ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വചനം, ദൈവം പ്രവചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന വചനം അതുപോലെ തന്നെ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. और परमेश्वर ने जो कुछ भी दानियल को प्रकटीकरण दिया, प्रकाशन दिया, उसमें से कई बातें बीत चुका है, कई होने वाला है। इसके लिए आप और मैं जो है, हमारा विश्वास क्या है, बढ़ते रहना है। അബി 70 ആഴ്ചവട്ടത്തിന്റെ ആ പഠനത്തിലേക്ക് പോകുമ്പോൾ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കുറെ 6 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്ന് ആത്മാവ് അല്ലെങ്കിൽ ഗബ്രിയേല് തന്നെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന് വായിച്ച് 24-ാമത് ഒന്ന് പറഞ്ഞിട്ട്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും वहां पर 6 प्रकार की जो घटनाएं हैं ठहराया गया है। पास्टर द माइक नो അല്ല ഞാൻ ഓരോന്നോരോന്ന് പറയാം, നമ്മുടെ സമയം है। പോകും. എന്റെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ओके, ഇപ്പൊ കേൾക്കാമോ? ഇല്ല, हाँ കേൾക്കാമോ? എന്റെ നെറ്റിന്റെ പ്രോബ്ലം ആണ് പാസ്റ്റർ, ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, എന്റെ ശബ്ദം കേൾക്കാമോ പാസ്റ്റർ? നല്ല ക്ലിയർ ആയിട്ട്. അല്ല ക്ലിയർ ഓക്കെ ഓക്കെ.
ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്ന ആ 24-ാമത്തെ വാക്യം, നമ്മൾ ഓരോ വാക്യവും വായിക്കുമ്പോൾ വളരെ ദൈവവചനം ഇത്ര ശക്തമായി നമ്മെ ഈ വചനം ദാനിയേലും പ്രവചനവും ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. और परमेश्वर का वचन और दानियल का किताब खास करके पढ़ते वक्त हमारा विश्वास जो है बहुत बढ़ते जाता है। ഇവിടെ 6 കൂട്ടം കാര്യങ്ങൾ നിയമിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് 24-ാമത്തെ വാക്യത്തിന്റെ അകത്ത്. 24 वचन में 6 प्रकार की घटनाएं ठहराया गया है, ऐसे बताया। ഒന്നാമത്തെ കാര്യം എന്താ? അതിക്രമത്തെ തടസ്സം ചെയ്യുന്ന ഒരു നിയമം. അതിക്രമത്തെ തടസ്സം ചെയ്യും. और पहला नियम जो है अधर्म का बंद होना, उसका नियम अधर्म बंद को बंद करने होना, के लिए। बंद करने का नियम, बंद होना. ഈ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, ഈ അധർമ്മം എപ്പോഴാ ബന്ധാവുന്നത്? अधर्म कब बंद होता है? ഈ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ എവിടെ നോക്കിയാലും അധർമ്മം പെരുകയാണ്. അധർമ്മം മൂർത്തിയുടെ വ്യാപാരമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസം പെരുകിക്കൊണ്ടേ. പക്ഷെ ഇവിടെ പറയുകയാണ് കേട്ടോ, അധർമ്മം എന്തോ അതുപോലെ അതിക്രമത്തെ തടസ്സം ചെയ്യുന്ന ഒരു സമയം. और जो അതെപ്പോഴാ? यहाँ पर अपराध को बंद करने वाला समय, ये രണ്ടാമത് अपराध കേട്ടോ, कैसे അത് പറഞ്ഞല്ലേ, എക്സ്പ്ലെയിൻ ചെയ്തോ, ട്രാൻസ്ലേറ്റ് ചെയ്തോ ഞാൻ പറഞ്ഞത്? ഓവർലാപ്പ് ആവുക പാസ്റ്ററിലെ. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് നിൽക്കണേ, ഒരു സെക്കൻഡ്. ഞാൻ പറയുന്നത് കേൾക്കാമോ നിങ്ങൾക്ക്? നല്ലതായിട്ട് കേൾക്കാമോ? അതോ ഞാൻ ഹെഡ്ഫോൺ ഇല്ലാതെ സംസാരിക്കുന്നു? ഓക്കെ, നന്നായി കേൾക്കാം. ഓക്കെ, പ്രൈസ് അലോർഡ്, പ്രൈസ് അലോർഡ്, ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ 6 കൂട്ടം കാര്യങ്ങള് അതിക്രമത്തെ തടസ്സം ചെയ്തു. 6 प्रकार की घटनाएं ठहराया गया है। सबसे पहला अपराध का बंद होना। കേൾക്കാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. കേൾക്കാമല്ലോ. ഓക്കെ, രണ്ടാമത് പാപങ്ങളെ മുദ്രയിടും. दूसरा पाप का अंत करना. മൂന്നാമതായിട്ട് അവിടെ കണ്ടോ വായിക്കുന്നത് അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്യും. तीसरा हम देखते अधर्म का प्रायश्चित किया जाए. നാലാമതായി നിത്യ നീതി വരുത്തും. और चौथा हम देखते युग युग की धार्मिकता प्रकट होना. അഞ്ചാമതായി നമ്മൾ അവിടെ വായിക്കുന്നത് ദർശനവും പ്രവചനവും മുദ്രയിടും. और पांचवा हम देखते दर्शन की बात पर और भविष्यवाणी पर छाप दी जाए. അവിടെ വായിക്കുന്നത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും. छठवा हम देखते परम पवित्र का अभिषेक किया जाए. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. तेरे लोगों को तेरे पवित्र नगर के लिए 70 सप्ताह ठहराए गए हैं. ഈ 70 ആഴ്ചവട്ടം കഴിയുമ്പോഴേ ഈ മുകളിൽ പറഞ്ഞ 6 കാര്യങ്ങൾ നടക്കുന്നു. और 70 सप्ताह होने के बाद ये ऊपर बताया हुआ 6 घटनाएं होगी. അപ്പൊ അതിക്രമത്തെ തടസ്സം ചെയ്യാൻ ഇന്നും അതിക്രമം പെരുകിക്കൊണ്ടിരിക്കുന്നു. പാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അകൃത്യത്തിന്റെ പ്രായശ്ചിത്തം നടക്കുന്നില്ല. നിത്യ നീതി നടക്കുന്നില്ല. അപ്പം ദർശനവും പ്രവചനവും മുദ്രയിട്ട കാലങ്ങൾ പിന്നെ ഇല്ലാത്ത ഒരു സമയമുണ്ട്. അതിവിശുദ്ധ നഗരത്തെ അല്ലെങ്കിൽ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്ന സമയം. ഇത് ഇപ്പോൾ നടക്കുന്ന സംഗതിയേ അല്ല. 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ നടക്കുന്ന കാര്യമാണിത്.
और यहाँ पर बताया 24 वचन में बताया वह 6 घटनाएं जो है अपराध का बंद होना, अपराध तो अभी बढ़ते जा रहा है, बंद नहीं हो रहा है, पाप जो है उसका अंत नहीं हो रहा है, बढ़ते जा रहा है, अधर्म का प्रायश्चित अभी नहीं हो रहा है, युग युग की धार्मिकता अभी प्रकट नहीं हो रही, दर्शन और की बात और भविष्यवाणी की छाप, ये एक समय होगा जहाँ दर्शन और भविष्यवाणी नहीं होगा, परम पवित्र का अभिषेक किया जाना, ये सब जो है 70 सप्ताह के बाद होने वाला ഇത് घटनाएं ഇത് है, अभी का യുദ്ധ घटना नहीं है। ഓക്കെ, നിന്റെ ജനത്തോടും വിശുദ്ധ നഗരത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ ഇത് പൂർണ്ണമാകുന്നത് യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. പ്രൈസ് ദി ലോർഡ്. दानियल को ये बताया तेरे लोगों के लिए, यहूदियों के लिए और वहां के पवित्र नगर मतलब यरूशलेम के विषय में ये घटनाएं बताया, यीशु मसीह के दूसरे आगमन में होने वाली घटनाएं हैं। അവിടെ കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിൽ വാഴുവാൻ വരുമ്പോഴാണ് ഈ ഈ 6 കൂട്ടം കാര്യങ്ങളുടെ പൂർത്തീകരണം. അതിന് ആ നിയമം പൂർത്തീകരിക്കുന്നത്. और यीशु मसीह दोबारा जब आगमन करके इस पृथ्वी में शासन करने के लिए आएंगे, उस वक्त घटने वाली 6 घटनाओं के विषय में यहाँ 24 वचन में बताया है। അപ്പൊ ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റഡിയിലേക്ക് പോകാം. അപ്പൊ 70 ആഴ്ചവട്ടം 3 ഘട്ടമായിട്ട് ഇവിടെ ദാനിയേൽ നമുക്ക് കാണിച്ചു തരികയാണ്. ये बातों को जो है अपने मन में रखे, ध्यान में रखते हुए हम 70 सप्ताह के विषयों में जो है अभी पढ़ने जा रहे हैं, और ये 70 सप्ताह 3 भागों में जो है डिवाइड किया है। നമ്മൾ പറഞ്ഞു ഒന്നാമത് 7 ആഴ്ചവട്ടം, सबसे ഒന്നാമത്തെ. पहला 7 सप्ताह, രണ്ടാമത് 62 ആഴ്ചവട്ടം, दूसरा 62 सप्ताह, അവസാനത്തെ ഒരാഴ്ചവട്ടം. और आखिर में 1 सप्ताह, അങ്ങനെ ടോട്ടൽ 70 ആഴ്ചവട്ടമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. और ये मिलकर जो है 70 सप्ताह बनता है। ഞാൻ അതുകൊണ്ടാണ് വേണ്ട ഇവിടെ അതിന് ഈ സ്ക്രീനിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് അതിന്റെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോയി ഈ ഇതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ 7 ആഴ്ചവട്ടം തുടങ്ങുന്നത് അവിടെ എന്തോ എഴുതിയിരിക്കുന്നത് 25-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പം അതിന്റെ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാവും. 25-ാമത്തെ വാക്യത്തിന്റെ അകത്ത് അതുകൊണ്ട് നീ അറിഞ്ഞും ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ആ ഒരു പോയിന്റ് ആണ് അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന സമയം മുതലാണ് ഈ 70 ആഴ്ചവട്ടത്തിന്റെ ആരംഭം. और ये सप्ताह जो है उसे डिवाइड जो कुछ किया है वो आपके स्क्रीन में जो है मैंने प्रदर्शन किया, आप देख सकते हो। और हम वचन पढ़ेंगे 25वां 9 अध्याय, दानियल का किताब 9 अध्याय का 25वां वचन में ये 7 सप्ताह का शुरुआत कहाँ पर होता है वो लिखा गया है। इसलिए ये जान और समझ ले कि यरूशलेम को फिर बसने की आज्ञा के निकलने से लेकर अभिषिक्त प्रदान के समय तक 7 सप्ताह बीतेगी। मतलब അഭിഷിക്തൻ നിയമിക്കപ്പെടുന്നത് വരെ 7 ആഴ്ചവട്ടം അല്ലേ? അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം എന്നുള്ള ഒരു വാക്യം അവിടെ പറയും. यरूशलेम को फिर से बसने की आज्ञा जब से निकला उस समय से लेकर अभिषिक्त को काटा जाने वाला, अभिषिक्त पुरुष को जब तक काटा जाता है तब तक ये 7 सप्ताह है। അഭി ഇതർ देखो ഈ 7 ആഴ്ചവട്ടത്തിന്റെ അപ്പോൾ നിങ്ങൾക്ക് 70 ആഴ്ചവട്ടത്തിന്റെ ആദ്യം നടക്കേണ്ടത് എന്തുവാ? യെരൂശലേമിന്റെ യഥാസ്ഥാനപ്പെടണം, അത് പണിയപ്പെടണം. और 7 सप्ताह का शुरुआत क्या है? यरूशलेम को जो है फिर से बसाना है। നമ്മൾ കഴിഞ്ഞ സ്റ്റഡിയിൽ പറഞ്ഞു ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ആ സമയത്ത് ദാനിയേല് ബാബിലോണിലേക്ക് പോകുന്നത് യഹോയാക്കീമിന്റെ സമയത്താണ്. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായത്തിന്റെ അകത്തായിരുന്നു നമ്മൾ അത് വായിച്ചത്. യഹോയാക്കീമിന്റെ സമയത്ത് ബാബിലോണിയ സാമ്രാജ്യം നെബൂഖദ്നേസർ വന്ന് യെരൂശലേമിനെ ആക്രമിച്ച് അതിനെ അവിടുള്ള ബന്ദികളാക്കി യഹോയാക്കീമിനെയും രാജവംശത്തിലുള്ളവരെയും കൊണ്ട് ബാബിലോണിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു.
पिछले सप्ताहों में सब हमने देखा कि नेबुकदनेस्सर राजा बेबीलोन से जो यरूशलेम में आया उसको आक्रमण करने के लिए, और यहोयाकीम राजा और राजवंश के कुछ पुरुषों को लेकर जो है बेबीलोन में आया। और इस विषय में जो है पूरा इतिहास जो है सेकंड क्रॉनिकल्स चैप्टर 36 में बताया गया है। 606 നബൂഖദ്നേസർ യഹോയാക്കീമിന്റെ സമയത്ത് യെരൂശലേമിനെ ആക്രമിക്കുകയും ആ യഹോയാക്കീമിനോട് കൂടെ തന്നെ രാജവംശത്തിലുള്ളവരെയും ബന്ദികളാക്കി യെരൂശലേമിലെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ആ കൂട്ടത്തിലാണ് ദാനിയേലും ഹനന്യാവും മിശായേലും ആ കൂട്ടത്തിലുള്ള അവന്റെ ഫ്രണ്ട്സ് അവർ ആ കൂട്ടത്തിലുള്ള. और हमने देखा पिछले दिनों में इस विषय में मनन किया है कि नेबुकदनेस्सर राजा जो बेबीलोन का राजा है वो यरूशलेम में आकर हमला किया। वहां का राजा यहोयाकीम और राजवंश के कुछ पुरुषों को, तरुण लोग को, जो जिसमें दानियल है, हनन्याह, मिशाएल, उसके मित्र सबों को लेकर बंदी बनाकर बेबीलोन में लेकर आए। 598 BC-ല് യഹോയാക്കീമിന്റെ സമയത്ത് വീണ്ടും വന്ന് ആക്രമിക്കുന്നു. അവിടുന്ന് ആലയത്തിലുള്ള ചില പാത്രങ്ങളെയും സാധനങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ട് രണ്ടാമത് ബാബിലോണിലേക്ക് പോകുന്നുണ്ട്. और हम देखते हैं कि नेबुकदनेस्सर राजा फिर से जो है यरूशलेम को आक्रमण किया। 586 BC यहोयाकीन राजा आक्रमण करने के बाद पवित्र मंदिर के जो है कुछ पात्रों को लेकर बेबीलोन में जाते हैं। മൂന്നാമത് സിദിക്കിയാ രാജാവിന്റെ സമയത്ത് 586 അവസാനമായി കടന്നു വന്ന് യെരൂശലേമിനെ ആക്രമിച്ച് 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ദേവാലയം ചുട്ടു, യെരൂശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, സകല മനോഹര സാധനങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ് ബാക്കിയുള്ളവരെയെല്ലാം വാളിനിരയാക്കി. और आखिरी में नेबुकदनेस्सर राजा तीसरी बार हमला यरूशलेम में सिदकिय्याह राजा के समय में करते। उस वक्त जो यरूशलेम की दीवारों को ढा डाला और उसे आग लगाकर जला दिया, मनोहर पात्रों को जो है बर्बाद किया और कुछ लोग, बहुत सारे लोगों को जो है वध किया। ബന്ദി ബനാക്കർ ബാബിലോണിൽ കൊണ്ടുപോയി. बाकी जो बचे उन्हें बंदी बनाकर बेबीलोन लेके आए। ദേവാലയം സമ്പൂർണമായി നശിക്കപ്പെട്ടു. और इस वक्त जो है देवालय, परमेश्वर का मंदिर जो पूर्ण तरह से नाश हुआ, उसकी दीवारों को जो है नाश कर दिया। അഭിഷക്ത വസ്തുക്കളെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയി. और सारे जो पवित्र पात्र जो है वो बाबिलोन में लेके आए। ഏറ്റവും നല്ല തരുണായിരിക്കുന്ന രാജവംശത്തിലുള്ളതും യാജകീയ വംശത്തിലുള്ളതുമായിരിക്കുന്നവരെ ബന്ധികളാക്കി ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ കൊണ്ടുപോവുകയാണ്. और उनमें से नेबुकदनेस्सर राजा ने कुछ तरुण लोगों को, कुछ पुरुषों को जो राजवंश के थे, उन्हें बंदी बनाकर बाबुल में लेके आए। അപ്പം ഇതിന്റെ പ്രവചനം യെരമ്യാ ഓൾറെഡി പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. और इस विषय का जो भविष्यवाणी यिर्मयाह भविष्यवक्ता ने पहले से ही कर दिया था। അപ്പം ഈ നമ്മൾ വായിച്ച ദാനിയേൽ പ്രവചനത്തിന്റെ അകത്ത് ഈ യെരൂശലേം പണിയപ്പെടണം, യഥാസ്ഥാനപ്പെടണം. और हमने जो वचन पढ़ा उसमें जो है 25वां वचन में यरूशलेम जो है उसका बसने की आज्ञा निकलना है। അത് പണിയപ്പെടണം, യഥാസ്ഥാനപ്പെടണം, അത് പണിയപ്പെടണം. ആ ഒരു ആജ്ഞയാണ് പുറപ്പെടേണ്ടത്, കൽപ്പനയാണ് പുറപ്പെടേണ്ടത്. और 7 सप्ताह का शुरुआत कब से होगा? जब यरूशलेम का बसने का समय शुरू होगा, तब से लेकर. ഈ കൽപ്പനകളെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പല സമയങ്ങളില് രാജാക്കന്മാര് കൽപ്പനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് യെരൂശലേമിന്റെ പണിയെ പറ്റി. और आज्ञाओं के विषय में हम देखेंगे तो कई राजाओं ने यरूशलेम बसने के विषय में भविष्यवाणी की थी. ഒന്ന് വായിക്കാമോ? രണ്ട് ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 22 മുതലാണ് ഇപ്പൊ നമ്മളത് അതായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. 22 മുതൽ ഒന്ന് വായിക്കാമോ? दूसरा इतिहास उसका 36 का 22 दूसरा इतिहास चैप्टर 36 उसका 26 से कुछ वचन मैं यहाँ पढ़ रही हूँ. 22 से कुछ वचन पढ़ रही हूँ.
सेकेंड क्रॉनिकल्स चैप्टर 36 वर्स 22। फारस के राजा खुसरू के पहले वर्ष में यहोवा ने उसके मन को उबारा कि जो वचन यिर्मयाह के मुंह से निकला था वो पूरा हो, इसलिए उसने अपने समस्त राज्य में ये प्रचार करवाया और इस आशय की चिट्ठियां लिखवाई। फारस का राजा खुसरू कहता है, स्वर्ग के परमेश्वर यहोवा ने पृथ्वी भर का राज्य मुझे दिया है और उसी ने मुझे आज्ञा दी है कि यरूशलेम जो यहूदा में है उसमें मेरा एक भवन बनवा, इसलिए हे അപ്പൊ ഒരു വിളംബരം, ഒരു കൽപ്പന. ആരാ? കോരശ് രാജാവിന്റെ കൽപ്പന. കോരശ് രാജാവിന്റെ കൽപ്പന. सबसे पहला आज्ञा हम देखते हैं कोरेश राजा या खुसरू राजा को दिया गया। എത്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യത്തിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ വചനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കോരശ് രാജാവിന്റെ കൽപ്പനയാണ്. ഏത് പുസ്തകം പാസ്റ്റർ ഒന്നുകൂടെ പറയാമോ? അതിന്റെ താഴെയുള്ള അടുത്ത പുസ്തകം എസ്ര. एसरा के पुस्तक में भी यही वाणी जो है वहां पर भी प्रकट किया है, बताया गया है। അത് 1-ാമത്തെ വിളംബരം നമ്മൾ കാണുകയാണ്. യെരുശലേമിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ചുള്ള കൽപ്പനകൾ. और यरूशलेम को फिर से बसने का जो वाणिया दिया था उसमें से पहला वाणी हमने देखा वो खुसरू राजा को दिया था। ഓക്കെ, രണ്ടാമത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എസ്രായുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എസ്രായുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? और दूसरा आज्ञा जो है यस्रा के पुस्तक उसका 6 अध्याय पहला वचन। तब राजा दारा की आज्ञा से बेबीलोन के पुस्तकालय में जहां खजाना भी रहता था खोज की गई। मादे नामक प्रांत के अहमता नगर के राजगढ़ में एक पुस्तक मिली जिसमें ये वृत्तांत लिखा था। राजा खुसरू के पहले वर्ष में उसी खुसरू राजा ने ये आज्ञा दी कि परमेश्वर के भवन के विषय में जो यरूशलेम में अर्थात वह भवन जिसमें बलिदान किए जाते वह बनाया जाए और उसकी 12 उसका 12 वचन। परमेश्वर जिसने वहां अपने नाम का निवास ठहराया है वो क्या राजा क्या प्रजा उन सबों को जो ये आज्ञा टालने और परमेश्वर के भवन को जो यरूशलेम में नष्ट करने के लिए हाथ बढ़ाए नष्ट करे। मुझ दारा ने ये आज्ञा दी है, फुर्ती से ऐसा ही करना। ദാര്യാവേശിന്റെ സമയത്ത് എസ്രായുടെ നേതൃത്വത്തിലുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. സെരുബാബിൽ വന്ന് പണിയുന്നതും ദാര്യാവേശിന്റെ കൽപ്പനയാണ്. ഓക്കെ, 6-ാം അധ്യായത്തിന്റെ 1-12 വാക്യം വരെ വായിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ അവിടെ കാണുന്നു. രണ്ടാമത്തെ കൽപ്പന നമ്മൾ കാണുന്നു. ഇനി दूसरा आज्ञा हम देखते एसरा की पुस्तक उसका 6 अध्याय का पहला वचन 12 वचन में दारा राजा जो है आज्ञा फिर से देता है कि जो खुसरू राजा ने बोला उसे पूरा करना है। और हम देखते हैं कि जेरुब्बाबेल जो है उसके द्वारा ये बनाने के लिए ये काम शुरू करते हैं। ये दूसरा आज्ञा था। ഇനി അടുത്തത് 3-ാമത്തെ ഒരു കൽപ്പനയുണ്ട്. അത് 7-ാം അധ്യായത്തില്. അത് വായിച്ച് 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. और तीसरा आज्ञा जो है एसरा की पुस्तक 7 अध्याय का पहला वचन में इन बातों के बाद अर्थात फारस के राजा अर्थशस्त्र के दिनों में एजरा बेबीलोन के അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 11-ാമത്തെ വാക്യം 11-ാമത്തെ और उसका 11 वचन 7 का एजरा 7 का 11 वचन जो चिट्ठी राजा अर्थशस्त्र के ने एजरा याजक और शास्त्री को दी थी जो यहोवा की आज्ञाओं के वचनों का और उसके इस्राएलियों में चलाई हुई विधियों का शास्त्री था, उसका नकल यह है। एजरा याजक के नाम जो स्वर्ग के परमेश्वर രാജാവിന്റെ കൽപ്പന 3-ാമത് നമ്മൾ കാണും. और तीसरा जो आज्ञा अर्थशस्त्र राजा की आज्ञा है। അതുപോലെ സെയിം 11 നെഹമ്യാവിലേക്ക് ഒന്ന് വന്നാൽ നെഹമ്യാവിന് 4-ാമത്തെ കൽപ്പന പുറപ്പെടുന്നതായി. चौथा आज्ञा हम देखेंगे नेहम्याह के पुस्तक നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. नेहम्याह का पुस्तक दूसरा अध्याय उसका 4था वचन 2-ന്റെ 1-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ.
दूसरा अध्याय का पहला वचन, अर्थशास्त्र राजा के 20वें वर्ष के രാജാവിന്റെ കൽപ്പന. ഓക്കെ, ये- അതിന്റെ ആ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഇത് നെഹമ്യാവിന് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ഈ നെഹമ്യാവ് പാനപാത്രവാഹകനായി രാജാവിന്റെ രാജമഹലിൽ ജോലി ചെയ്യുന്ന സമയത്ത് പറഞ്ഞു. और चौथा जो आज्ञा है, अर्थशास्त्र राजा ने नेहम्या को दिया था, जो उसके राज्य में कप बियरर था. അപ്പൊ ഇനി 1:3 വായിച്ചേ മോളെ. ഇത് और पहला നമ്മുടെ ആ കണക്റ്റിലേക്ക് വരാൻ പോവാണ്. 1:3 വായിച്ചു. अभी नेहम्या पहला अध्याय उसका 3रा वचन पढ़ना जा रही हूँ. उन्होंने मुझसे कहा, जो बचे हुए लोग बदुआई से छूटकर उस प्रांत में रहते हैं, वे बड़ी दुर्दशा में पड़े हैं और उनकी निंदा होती है, क्योंकि यरूशलेम की शहरपनाह टूटी हुई और उसके फाटक जले हुए हैं. शहरपनाह टूटी हुई, उसके फाटक जलाए हुए. पुनഃസ്ഥാപन पूरा नहीं हुआ. उसकी അതിന്റെ യഥാസ്ഥാപനത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കേണ്ട കൽപ്പനയാണ് നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. നെഹമ്യാവിനോട് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നെഹമ്യാവിന് കൊടുക്കുന്ന കൽപ്പന. और यरूशलेम का जो मंदिर है, उसका पूर्ण जो बनाना है, बसाने का जो विषय में नेहम्या को जो आज्ञा दिया गया था. हम देखते हैं कि पहला अध्याय 3रा में हमने पढ़ा कि शहरपनाह टूटी हुई है, उसके फाटक जले हुए हैं, उनकी निंदा हो रही है. फिर अर्थशास्त्र राजा ने 2रा अध्याय का 6 वचन से लिखते हैं कि नेहम्या को कुछ आज्ञाएं दिया उसे फिर से बनाने के लिए. ആമേൻ. അപ്പോൾ ഈ 7 വർഷം, അപ്പോൾ നെഹമ്യാവിന്റെ സമയത്ത് നമുക്കറിയാം, നെഹമ്യാവ് വരുന്നു, യെരുശലേമിന്റെ മതിലുകളെ പണിയുന്നു. അവിടെ നെഹമ്യാവാണ് യഥാർത്ഥമായിട്ട് 445 BC-യില് പുറപ്പെടുപ്പിക്കപ്പെട്ട കൽപ്പന പ്രകാരം തന്റെ ആ പണി ആരംഭിക്കുന്നു. അങ്ങനെ ആ യെരുശലേമിന്റെ പണിക്കായിട്ട് അവിടെ നെഹമ്യാവ് കടന്നു വരികയാണ്. ആ ഒരു മെയിൻ ഡേറ്റ് ആണ്, അല്ലെങ്കിൽ അതാണ് യെരുശലേമിന്റെ എന്താ പറയുന്ന യഥാസ്ഥാപനത്തിന്റെ പണിയുടെ കൽപ്പന. 4-ാമത്തെ നമ്മൾ വായിച്ച കൽപ്പനയാണ്. चौथा आज्ञा जो है, अर्थशास्त्र राजा ने नेहम्या को दिया है, और उसका काम यरूशलेम को जो पुनर्स्थापित करने का जो काम जो है वो शुरू हो गया 445 BC में. जो आज्ञा दिया था, वो आज्ञा के अनुसार नेहम्या ने शुरू किया वो काम. അതെ, ഈ നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് നെഹമ്യാവ് വന്ന് പണിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഷർപ്പണയെല്ലാം കഴിഞ്ഞുവെങ്കിലും, പണി കഴിഞ്ഞുവെങ്കിലും ഈ ജനത്തിന്റെ ജീവിതം വളരെ കഷ്ടതയുടെയും ദുരിതത്തിന്റേതുമായിരുന്നു. हम देखते हैं यहाँ पर कि नेहम्या ने शहरपनाह को बनाने का काम तो शुरू किया, लेकिन यरूशलेम के लोगों की स्थिति जो है, जो बदुआई में लोग थे, उनकी स्थिति बहुत ही दुर्दशा में थी. ആമേൻ. സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ हम देखेंगे जकरिया का पुस्तक 9 अध्याय उसका 9वां वचन. ഒന്ന് വായിച്ചേ. ഒന്ന് ഓടിച്ച് നമുക്ക് ഒന്ന് വായിച്ചേക്കാം. അവിടെ जकरिया 9 अध्याय जकरिया 9 अध्याय का 9वां वचन. हे सिय्योन, बहुत ही मगन हो, हे यरूशलेम जय जयकार कर, क्योंकि तेरा राजा तेरे पास आएगा. वो धर्मी और उद्धार पाया हुआ है, वो दीन है और गधे पर वरन गधी के बच्चे पर चढ़ा हुआ आएगा. ഉല്ലസിക്കാതെ വണ്ണം കഷ്ടങ്ങളിലും ക്ലേശങ്ങളിലും ദുഃഖപൂർണമായ ജീവിതത്തിന്റെ അവസ്ഥയിലായിരുന്ന ആ യെരുശലേമിനെ ജനത്തിന്മേൽ വലിയൊരു സന്തോഷം പകരുവാനായി വന്ന ഒരു അഭിഷക്തനെ കുറിച്ച്
സക്കറിയാവ് പ്രവചിച്ചു യേശുവിന്റെ ആ വരവിനെ കുറിച്ച്, ദ ട്രംപ് ഓഫ് ജീസസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. अभी जो है हमने जो नहम्याह का पुस्तक पढ़ा, वहां पर यरूशलेम के लोग जो बदुआई में थे वो बड़ी दुर्दशा में, कष्ट में, क्लेश में, आंसुओं में है। लेकिन जकरिया का ये भविष्यवाणी 9वां अध्याय का 9वां वचन में हम ये देखते हैं कि वहां पर सिय्योन जो है बहुत आनंद से मगन होगा, यरूशलेम जो है जय जयकार करेगा। उसका विषय ये है, वहां पर उनका राजा यीशु मसीह का आगमन के विषय में वहां पर बताया है। നമുക്കറിയാമോ, ഈ 7 വർഷത്തിന്റെ പണി 49 വർഷത്തിന്റെ ആ കാലയളവ്, അത് കഴിഞ്ഞിട്ടുള്ള 62 വർഷം ദാനിയേൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? യഥാസ്ഥാനപ്പെടുത്തി പണിവൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം, തുടർന്ന് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, തനിക്ക് വേണ്ടി അല്ലതാൻ. और हम देखते हैं कि 7 सप्ताह जो है ये 49 इयर्स में इसका काम हुआ। उसके बाद हम देखते हैं कि 62 सप्ताह और 25वां दानियल का किताब 9 अध्याय का 25वां वचन से हम देखते हैं कि यरूशलेम बसने के समय से लेके अभिषिक्त जो काटा जाएगा, अ, उस वर्ष का, उस काल के विषय में यहाँ पर बताया गया है। ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ മലാഖി മുതൽ മത്തി വരെയുള്ള ആ സമയത്തിനെ എന്തോ നമ്മൾ പറയുന്നത് ഡാർക്കേജ് ആണ്, അന്ധകാർ യുഗ്. और ध्यान दें कि मलाकी से लेकर मत्ती के पुस्तक लिखने तक का समय जो है, उस काल को जो है अंधकार का काल करके कहा जाता है। യെരുശലേമിനോടുള്ള ബന്ധത്തില്, യഹൂദന്മാരോടുള്ള ബന്ധത്തിലും, ആത്മീയപരമായിട്ടാണേലും സാമ്പത്തികപരമായിട്ടാണേലും രാഷ്ട്രപരമായിട്ടാണേലും വളരെ കഷ്ടങ്ങളിൽ കൂടെ പോയ ഒരു ദിനമായിരുന്നു ഈ 69 വീക്ക്. और ये जो 69 വീക്ക് ആണോ പാസ്റ്റർ? രണ്ടും കൂടെ ചേർ 7 62. सो 7 सप्ताह और जो 62, ये दोनों मिला के जो 69 69 वर्ष जो होता है, वो वर्ष के विषय में ऐसे बताते हैं कि यहूदी लोग और यरूशलेम लोग जो है, यरूशलेम शहर के लोग जो है आत्मिक रीति से, भौतिक रीति से, राष्ट्र रीति से बड़े कष्ट से होकर गुजरा हुआ समय है। അനേക രാജ്യങ്ങൾ ഇവരെ ആക്രമിക്കുന്നു, ഇവര് കഷ്ടപ്പെടുന്നു. റോമൻ ഭരണം അവരുടെ ഉള്ളിന്റെ അകത്ത് വരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ആ ഒരു രാഷ്ട്രീയ ഭരണം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് ലഭിക്കാത്ത പല നന്മകളും അത് മുഴുവൻ എങ്ങനെ ദാനിയേൽ പ്രവചിച്ചോ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവര് അത് വീതിയും കിടങ്ങുമായ കഷ്ടങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. दानियल ने जैसा भविष्यवाणी किया, उसी प्रकार जो है ये 69 वर्ष में यरूशलेम और यहूदी लोग जो है बहुत सारे देशों से जो है आक्रमित हुए, बहुत सारे देशों ने उन्हें आक्रमण किया। फिर हम देखते हैं कि रोमी साम्राज्य जो है उन पर राज्य करके उन्हें बड़ी कष्ट दिया, उन्हें कुछ भी आशीष इस समय में, कुछ भी भलाई वो समय में नहीं हुआ। സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ദിരം അല്ലെങ്കിൽ അവരുടെ ആ ആലയം പണിയപ്പെട്ടു. അതിനുശേഷം കഷ്ടങ്ങളുടെ ഒരു വലിയൊരു നീണ്ട സമയം നമ്മൾ കാണുന്നു. യേശുവിന്റെ ആ സമയത്ത്, യേശു വന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള ഒരു ആനന്ദം അവരുടെ ഉള്ളിൽ വന്നെങ്കിലും അവിടെ ഭരിക്കുന്നത് റോമൻ സാമ്രാജ്യമായിരുന്നു. ഹേരോദ് രാജാവ് ആ ആലയത്തെ പുതുക്കി പണിയുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. യേശു ആലയത്തിൽ വരുമ്പോൾ അതിന്റെ പുതുക്കി പണി കണ്ടിട്ട് തന്റെ ശിഷ്യന്മാർ തന്നെ അതിനെ കൊണ്ട് ഇത്ര മനോഹരമെന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ റീകൺസ്ട്രക്ഷന്, റീബിൽഡിങ്, അങ്ങനെ പല വിഷയങ്ങളായി യെരൂശലേം യഹൂദന്മാരുടെ ഇടയിൽ നമ്മൾ കാണും. ഹലോ പാസ്റ്ററെ, ഈ ഫോൺ ഒരു മിനിറ്റ് ഞാൻ
ഇത് ബ്ലോക്ക് ആയിപ്പോയി. ഞാനൊന്നും കേട്ടില്ല ലാസ്റ്റ് പറഞ്ഞ. ഞാൻ എന്റെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യുവാണേ. ഒരു മിനിറ്റ്. ഓക്കെ. എന്റെ ശബ്ദം കേൾക്കാമോ പാസ്റ്റർ? ओके। हम देखा कि जेरुब्बाबेल के नेतृत्व में जो है यरूशलेम को बनाने की कोशिश की, और उस वक्त भी उन लोग मंदिर बनाया, लेकिन फिर भी वो बहुत कष्ट के काल में थे। वहां से लेकर जो है यीशु मसीह के आगमन तक हेरोदा राज्य जो है हेरोदा राजा राज्य करने का समय था। रोमी साम्राज्य के अधीन में यहूदी लोग थे। वहां पर उन्हें भौतिक रीति से कुछ भी आशीषें नहीं थी, लेकिन आत्मिक आनंद वहां पर था। फिर हम देखते हैं कि हेरोदा राज्य ने जो यरूशलेम मंदिर का पुनर्स्थापित वहां पर एक रीबिल्डिंग किया। പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ 445 BC മുതൽ AD 32 വരെയുള്ള ആ സമയത്തെയാണ് നമ്മൾ 69 വീക്സ് ആയിട്ട് കണക്കുകൂട്ടുന്നത്. 445 BC से लेके AD 32 तक जो है 69 सफ्ता करके जाना जाता है। അർത്തരാഷ്ട്ര രാജാവിന്റെ വിളംബരം മുതൽ യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന, സിയോൻ പുത്രിയുടെ രാജാവായി പ്രവേശിക്കുന്ന ട്രംപ് എൻട്രി വരെയുള്ള കാലഘട്ടത്തെ 69 വീക്സ് ആയിട്ട് നമ്മൾ കാണുകയാണ്. और ये 69 सप्ताह कब से है? अर्थशास्त्र राजा के समय से लेके सियोन पुत्री जब आनंदित होते यीशु मसीह का यरूशलेम में प्रवेश करना, उस समय तक जो है ये 69 सप्ताह करके जाना जाता है। അത് കഴിഞ്ഞിട്ടാണ് ദാനിയേൽ പറയുന്നത് അങ്ങനെ തുടർന്ന് 60 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും ഗുണവുമായി കഷ്ടങ്ങളിൽ തന്നെ വീണ്ടും പണി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഏത് വചനാ പാസ്റ്റർ അത്? 25-ാമത്തെ 9:25 ദാനിയേൽ പ്രവചനം 9:25 लास्ट दानियल 9 अध्याय का 25वां वचन का आखिर में लिखा है कि 62 सप्ताह के बीतने पर जो है चौक और खाई समेत वह नगर कष्ट के समय फिर बसाया जाएगा। फिर 62 सप्ताह के बीतने पर अभिषिक्त पुरुष जो है काटा जाएगा। യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദാനിയേലും യെശയ്യാവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അഭിഷക്തനായ യേശു കർത്താവ് ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിനായി അറക്കപ്പെടുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്. और जैसे यशायाह नबी और दानियल भविष्यवक्ता ने भविष्यवाणी किया, उसी समान जो है अभिषिक्त पुरुष का काटा जाना मतलब यीशु मसीह का क्रूस पर चढ़ाया जाना है। ഇനി ഇവിടാണ് യേശു മരിച്ചു. ആ AD 32-33 യേശുവിന്റെ ക്രൂശി മരണം നടക്കുകയാണ്. പിന്നെ ഒരു വീക്കും കൂടെ ഉള്ളൂ ബാക്കി, 70 വീക്ക് പൂർണ്ണമാകുവാൻ. यीशु मसीह का क्रूशीकरण जो है AD 32 और 33 के बीच होता है, और उसके बाद उस समय से लेकर जो है 70 वर्ष पूरा होने के लिए केवल एक सप्ताह बाकी है। 69 വീക്സ് ഓൾറെഡി പൂർണ്ണമായിരിക്കുകയാണ്. क्योंकि तब तक जो है 69 सप्ताह जो है पूरा हो चुका था। അപ്പൊ ഇനി ഒരു വർഷം കൂടെ ഒരു വീക്കും കൂടെ പൂർണ്ണമാകാറുണ്ട്. അത് ആ പ്രവചനം പൂർത്തീകരിക്കാറുണ്ട്. और वो भविष्यवाणी जो है 70 सप्ताह के लिए केवल एक सप्ताह अभी बाकी है। അവിടെ അത് കറക്റ്റ് ആയിട്ടാണ് ദാനിയേൽ ഇവിടെ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നത്. और वो भी दानियल ने बड़े करेक्ट रीति से यहाँ पर बताया है। 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, തനിക്ക് വേണ്ടി അല്ലതാനും. അപ്പോൾ യേശു മാനവജാതിയുടെ ഉദ്ധാരണത്തിനായിരുന്നു, വിടുതലിനാണ് ക്രൂശിക്കപ്പെട്ടത്.
दानियल ने यहाँ पर भविष्यवाणी किया कि 62 सप्ताहों के बीतने पर जो है अभिषिक्त पुरुष को काटा जाएगा, मतलब यीशु मसीह का क्रूशीकरण के विषय में, वो भी अपने लिए नहीं, दूसरे दूसरे लोगों के लिए, मानव जाति के लिए है। ഓക്കെ, അപ്പം ചിന്തിച്ച് അത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഗതികളെ കുറിച്ചാണ് വീണ്ടും പ്രവചനം. അപ്പൊ അവിടെ കണ്ടോ, അടുത്ത് പറയുകയാണ്, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ നഗരത്തെയും നശിപ്പിക്കും. और यीशु मसीह के क्रूशीकरण के बाद होने वाली घटनाएं वहां पर 26 वचन में 9 अध्याय दानियल 9 का 26 में लिखा है कि आने वाले प्रधान की प्रजा नगर और पवित्र स्थान को नष्ट तो करेगी. അപ്പൊ രണ്ടാമതായിട്ട് ഇനിയും സെരുബാബേല് പണിത ഹെരോദാവ് പുതുക്കി പണിഞ്ഞ ഈ ദേവാലയം പിന്നെ നശിക്കപ്പെടുമെന്നുള്ള പ്രവചനമാണ്. और उसका मतलब ये है कि फिर से जेरुब्बाबेल ने बनाया हुआ वो मंदिर है, हेरोदा ने रीबिल्ड किया हुआ मंदिर फिर से नष्ट किया जाएगा. ആ പ്രവചിച്ചായിരുന്നു. യേശു അത് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം പൂർണ്ണമായി തകർന്നു പോകുന്ന പ്രവചനം യേശുവും പ്രവചിച്ചു. और यीशु मसीह ने भी इसका भविष्यवाणी किया था कि जो है मंदिर जो है वो शहर जो है मंदिर जो है उसके ऊपर एक पत्थर नहीं रहेगा, पूर्ण रीति से नष्ट हो जाएगा. അത് AD 70 തീത്തോസ് രാജാവിന്റെ ഭരണകാലത്ത് യെരുശലേമിലേക്ക് കടന്നു വരികയാണ്. യെരുശലേമിനെ ആക്രമിച്ച് യെരുശലേം ദേവാലയത്തെ ചുട്ടുകളഞ്ഞു. और वो जो भविष्यवाणी पूरा हुआ AD 70 में तीतुस राजा यरूशलेम में आकर जो है देवालय को नष्ट किया. തീത്തോസ് രാജാവ് യഹൂദന്മാരെ ഒത്തിരി വെറുത്ത ഒരു രാജാവാണ്. അപ്പോൾ തന്നെ തീത്തോസ് കടന്നു വന്ന് ആ രാജ്യത്തെ പിടിക്കുകയും വിശുദ്ധ നഗരത്തെ പിടിക്കുകയും ദേവാലയത്തെ ചുട്ട് കളയരുതെന്നാണ്, അതിനെ നശിപ്പിക്കരുതെന്നാണ് രാജാവ് പറഞ്ഞത്. പക്ഷെ രാജാവിന്റെ കൽപ്പനകളെ തെറ്റിച്ച് അതിലുള്ള എല്ലാ വിശിഷ്ട വസ്തുക്കളെയും അവര് അപഹരിച്ച ശേഷം അവരുടെ പടജനം സോൾജിയേഴ്സ് യെരുശലേം മന്ദിരത്തെ ചുട്ടുകളഞ്ഞു. और मंदिर को नष्ट नहीं करना ऐसा राजा ने बताया था, लेकिन वो आज्ञा को न मानते हुए तीतुस राजा जो यरूशलेम से बहुत नफरत करते थे, वो आकर जो है देवालय के जितने पवित्र पात्र थे उसे लूट लिया और उसके सैनिक जो है उसकी दीवारों को, वो मंदिर को जो है जला दिए. അപ്പൊ പ്രവചന വചനം പറഞ്ഞതുപോലെ തന്നെ അത് നഗരത്തെ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിച്ചു. और भविष्यवाणी जैसा किया था वैसे ही लोगों को और पवित्र नगर को जो है नाश. അപ്പം ഇതൊരു പ്രഭു അല്ല, പ്രഭുവിന്റെ പടജനമാണ് വിശുദ്ധ നഗരത്തെയും ദേവാലയത്തെയും നശിപ്പിക്കുന്നത്. और एक प्रभु या राजा ने नहीं, उसके सैनिक ने जो है देवालय को जो है. പ്രഭു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു വലിയൊരു ശക്തിയുണ്ട്, ആ പ്രഭുതയുണ്ട്. അത് ആ വ്യക്തി വരാൻ പോകുന്നേ ഉള്ളൂ. അവന്റെ സ്പിരിറ്റിൽ, ശക്തിയിൽ അവന്റെ പടജനമാണ് ഇതിനെ നശിപ്പിക്കുന്നത്. प्रधान जो है उस राजा के पीछे काम करने वाला एक शक्ति है, वो शक्ति जो है इस देवालय को जो है नाश करने का काम किया. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയം ആയിരിക്കും, തോടെയായിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. പിന്നെ കണ്ടോണം, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. और वहां पर लिखा है कि उजाड़ निश्चय ठान लिया गया है. ഇത് ഈ ഒരൊറ്റ ആ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. और ये बहुत ही इम्पोर्टेंट वचन है. ഇവിടെ ദാനിയേല് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ടോ, ആ അവസാനത്തോളം യുദ്ധം ഉണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. दानियल ने यहाँ स्पष्ट रीति से बताया कि अंत तक जो है युद्ध चलता रहेगा, लड़ाई होती रहेगी और शून्यता मतलब उजाड़ जो है वो निश्चय ठान लिया गया है. അത് ആ ശൂന്യതയുടെ അനുഭവമാണ്. അപ്പോൾ കണ്ടോ, 62
വീക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചവട്ടം കഴിയുമ്പോൾ അതിന്റെ ലാസ്റ്റത്തെ ഒരാഴ്ചവട്ടം തുടങ്ങുന്നതിന്റെയും ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നു, വിശുദ്ധ നഗരം നശിക്കപ്പെടുന്നു, ശൂന്യതയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെ അതിനുശേഷമാണ് അവസാനത്തെ ഒരാഴ്ചവട്ടം സംഭവിക്കാൻ പോകും. और ये जो भी घटना यहाँ पर लिखा है वो 62 सप्ताह का आखिरी सप्ताह में घटा हुआ बात है, जहाँ पर मंदिर को जो है बर्बाद किया, वहां पर शून्यता हुआ, वहां पर उजाड़ हुआ, और उसके बाद जो है एक सप्ताह अभी बाकी है 70 सप्ताह पूरा होने के लिए. 69-ന്റെയും 70 തുടങ്ങുന്നതിന്റെ ഇടയ്ക്കുള്ള സമയമാണ്. 69 और 70 सप्ताह के बीच में घटने वाली बातें हैं. ആ ഒരു സമയം, അഭിഷക്തൻ ഛേദിക്കപ്പെട്ട സമയം മുതൽ ഈ 70 വീക്കിന്റെ ആ പ്രാരംഭം വരെയുള്ള സമയത്തെയാണ് നമ്മൾ ചർച്ച് ഏജ് എന്ന് പറയുന്നത്, കൃപായുഗം എന്ന് പറയുന്നത്, ജാതികളിലേക്കുള്ള ദൈവത്തിന്റെ കരുണയെ നമ്മൾ പറയുന്നു. ഒന്നുകൂടെ പറയാമോ പാസ്റ്ററേ? ഈ 69 വീക്ക് കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. അത് മുതൽ 70ാമത്തെ ആഴ്ചവട്ടം തുടങ്ങുന്ന വരെയുള്ള ആ ഗ്യാപ്പ്, അത് എന്ന് വരെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് ചർച്ച് ഏജ്, കൃപായുഗം. 69 सप्ताह के बाद 70वां सप्ताह शुरू जब होता है, इसके पूरा होने के गैप में, ये कब तक है करके ये समय और काल हम नहीं जानते, लेकिन उसके शुरुआती में जो है कृपा का युग है. ये ഇന്ന് നടക്കുന്നത് കൃപായുഗത്തിലാണ് നമ്മൾ. അഭിഷക്തനായ യേശു ഛേദിക്കപ്പെട്ടു. അത് മുതൽ ഈ കൃപായുഗം ആരംഭിച്ചു, സഭായുഗം ആരംഭിച്ചു. അന്ന് സഭയുടെ സ്ഥാപനം തുടങ്ങി. യേശു കർത്താവ് രണ്ടാമത് ഭൂമിയിലെ മധ്യാകാശത്തിൽ വന്ന് സഭയെ എടുക്കുകയും എതിർ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭരണം തുടങ്ങാൻ പോവുകയും ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൻ പീരീഡിലാണ് ഞാനും നിങ്ങളുമായിരിക്കും. ഒന്നുകൂടെ പറയാമോ പാസ്റ്ററേ? ഓക്കെ. ഈ അഭിഷക്തനായ യേശു ഛേദിക്കപ്പെടുന്ന സമയം മുതൽ എതിർക്രിസ്തു വരുന്ന സമയം വരെ സഭായുഗം, സഭായുഗം സഭയുടെ യുഗമായി. ഇപ്പോൾ കൃപായുഗം, ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് അപ്പോഴാ, യേശുവിന്റെ മരണശേഷം. അത് എതിർക്രിസ്തുവിന്റെ വരവ് വരെ ഉണ്ട്. അതിനാണ് ഗ്രേസ് പീരീഡ് പറയും. മനസ്സിലായോ? ഞാൻ പറയാം. बोलूंगा देखो, जो अभिषेक की जो वधु हुआ तब से लेकर 70 सप्ताह की आखिरी का पहला जो अब तक शुरू होएगा तब तक, मतलब विरोधी मसीह के आगमन तक जो इनके बीच में जो समय है उसको कृपा युग कहते हैं, कलीसिया का युग कहते हैं, कलीसिया का स्थापन और बढ़ोतरी को हम कहते हैं. उस पीरियड में हम आया है, हम रहता है. ഓക്കെ. സോ നമ്മൾ ഒന്നും കൂടെ ഈ വചനം ഇത്രയും 69 വീക്സിന്റെ ആ പ്രവചനം പൂർത്തീകരിച്ചെങ്കിൽ ഇനി ഒരു ആഴ്ചവട്ടം പൂർത്തീകരിക്കത്തില്ലേ? यदि 69 सप्ताह की भविष्यवाणी यदि पूरा होता है, तो क्या बाकी बचा हुआ एक सप्ताह का भविष्यवाणी पूरा क्यों ना होगा? നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആ ഗ്രേസ് പീരീഡിലാണ് നാം രക്ഷിക്കപ്പെട്ടതും ദൈവകൃപയിലായിരിക്കുന്നത്. ആ ദൈവത്തിന്റെ നീതി ഓർത്ത്, കരുണയോർത്ത് ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുന്നു. हम जो काल में वो कृपा का युग है और परमेश्वर ने हमारे लिए ठहराया है, और परमेश्वर का उस करुणा के लिए हमें परमेश्वर को स्तुति धन्यवाद करना चाहिए. ചർച്ച എന്ന് വരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
और ये जो कृपा युग कब तक है ये हम बता नहीं सकते। ചർച്ച എവിടം വരെ തുടരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ये कब तक चलेगा हम नहीं बता सकते। ചിലപ്പം അവസാനിച്ചേക്കാം. हो सकता है आज समाप्त होगा। ജാതികളുടെ ആ എണ്ണം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ അത് അവസാനിച്ചേക്കാം. जातियों का गिनती जब पूरा होगा तब वो काल भी जो है समाप्त हो जाएगा സമയം യേശു കർത്താവ് വീണ്ടും വരാം. और परमेश्वर യേശു വീണ്ടും വരാം. और फिर से आ सकते हैं। यीशु मसीह दोबारा आ सकते हैं। അപ്പൊ യേശുവിന്റെ രണ്ടാമത്തെ വരവിന് രണ്ട് വിധ ഘട്ടങ്ങളുണ്ട്. और यीशु मसीह का दोबारा आगमन दो स्थिति में है। ഒന്ന് മധ്യാകാശത്തിൽ യേശു വരുന്നു. एक मध्याकाश में आएंगे। രണ്ടാമത് ഈ ഭൂമിയിൽ രാജ്യം ഭരിക്കുവാനായിട്ട് കർത്താവ് വരുന്നു. और दूसरी बार जब यीशु मसीह आएंगे इस पृथ्वी में शासन करने के लिए, राज्य करने के लिए। ആദ്യം യേശുവിന്റെ ആദ്യത്തെ വരവ് മധ്യാകാശത്തിലാണ്. और पहला जो यीशु मसीह आने वाले वो आकाश में है। യേശുവിന്റെ വരവിൽ ചർച്ചിനെ കൊണ്ടുപോകാനാണ്, വിശുദ്ധന്മാരെ കൊണ്ടുപോകാനാണ് യേശു വരുന്നത്. उस वक्त बादल में जब यीशु मसीह आएंगे कलीसिया को लेके जाने के लिए है। കലീസിയയെ കൊണ്ടുപോയ ശേഷം നടക്കുന്ന കാര്യമാണ് 27 തൊട്ട് വായിക്കുന്നത്. और कलीसिया को इस पृथ्वी से लेके जाने के बाद क्या होगा ये घटना दानियल 9 का 27 में लिखा है। അവസാനത്തെ ആഴ്ചവട്ടം തുടങ്ങാൻ പോവുകയാണ്. वो 27 वचन से जो है आखिर का एक सप्ताह शुरू होता है। അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും. वचन कहता है कि 9 का 27 वो प्रधान एक सप्ताह के लिए बहुतों के संग दृढ़ वाचा बांधेगा। ഒരു വർഷം എന്ന് പറയുന്നത് ഒരു 1 വീക്ക് ഈ എന്ന് പറയുന്നത് 7 വർഷത്തെ കാണിക്കുന്നു. और एक सप्ताह जो है 7 वर्ष दिखाता है। ആദ്യത്തെ കണ്ടു 7 വീക്ക് 49 ഇയേഴ്സ് ആണ്. हमने सबसे पहले देखा कि 7 सप्ताह 49 इयर्स है। 62 വീക്സ് 434 ഇയേഴ്സ് ആണ്. 434 വർഷമാണ്. 52 सप्ताह 434 साल वर्ष है। അപ്പം അതിന്റെ അവസാനത്തെ വർഷമായിരിക്കുന്നത് അല്ലെങ്കിൽ 489 കഴിഞ്ഞു. അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് ഏതാ 7 വർഷം. अभी 489 वर्ष हो गया, आखिर का 7 वर्ष शुरू होने जा रहा है അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോവാണ്. आखिर का 7 वर्ष शुरू होने जा रहा है। ഇവിടെ ഈ 7 വർഷത്തിന്റെ കണക്കാണ് വരിക്കുന്നത്. ആ 7 വർഷത്തെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദാനിയേൽ ഇവിടെ. और एक सप्ताह जो है 7 वर्ष है, वो 7 वर्ष को 2 भागों में दानियल बताता है। അതുകൊണ്ടോ ആഴ്ച വട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി. और वहां पे लिखा है परंतु आधे ही सप्ताह के बीतने पर वह मेल बलि और अन्न बलि बंद करेगा। ഈ 7 വർഷം അല്ലെങ്കിൽ 1 വീക്ക് രണ്ടായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടിരിക്കും. और ये जो एक सप्ताह आखिर का एक सप्ताह है वो हमें 2 भाग में पढ़ना है। ആദ്യത്തെ 3.5 വർഷം, രണ്ടാമത്തെ 3.5 വർഷം. मतलब पहला 3.5 वर्ष, दूसरा 3.5 वर्ष। നമ്മള് ഒരു വാക്യം കൂടെ വായിക്കാമോ? അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് വരാം. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരാം. एक और वचन पढ़ेंगे दानियल का किताब 7 अध्याय। അതിന്റെ 25-ാമത്തെ വാക്യത്തിന്റെ അകത്തൊരു വാക്യമുണ്ട്. उसका 25वां वचन। അവിടെ അങ്ങനെ വായിക്കുന്നത് അത്യുന്നത നായകന് വിരോധമായി വമ്പു പറയും, അത്യുന്നത നായകന്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയുന്നത് നമ്മൾ വായിച്ചതായിരുന്നു പണ്ട് രണ്ട് ക്ലാസ്സിന് മുന്നേ. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പെട്ടിരിക്കുന്നു. 7 का 25 वो प्रधान के विरोध बातें कहेगा और परम प्रधान के पवित्र लोगों को पीस डालेगा। समय और व्यवस्था के बदल देने की आशा करेगी, वरन 3.5 काल तक वे सब उसके वश में कर दिए जाएंगे। അപ്പൊ ആ ഒരു കാലാംശം എന്ന് പറയുമ്പോഴത്തേക്ക് 3.5 വർഷത്തെയാണ് കാണിക്കുന്നത്. 3.5 വർഷത്തെ
അപ്പോൾ തന്നെ 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അത് സെയിം കാര്യം പറയുന്നു. और 12 और 12 का 11वां वचन में भी सेम बातें बताया गया है. നിരന്തര ഹോമയാഗവും നിർത്തലാക്കുകയും ശൂന്യമായ മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1190 ദിവസം ചെല്ലും. അത് 3.5 വർഷത്തെ കണക്കാണ്. तो हमने 7वां वचन के 25वां 7 का 25 में भी हमने 3.5 वर्ष के विषय में देखा, जहाँ होम बलि अन्न बलि जो बंद किया जाएगा, और वही बात को 12 अध्याय का 11 वचन में लिखा है, जब से नित्य होम बलि उठाई जाएगी और घिनौनी वस्तु जो उजाड़ करा देती है स्थापित की जाएगी, तब से 1290 दिन बीतेंगे, जो 3.5 वर्ष का काल है. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാം അധ്യായത്തില് നമ്മള് 1 മുതൽ 3 വരെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മള് ഈ വിഷയത്തെ കാണുന്നുണ്ട്. और यही विषय को जो है प्रकाशित वाक्य उसका 11 अध्याय का 1, 2, 3 वचन में देखते हैं. फिर അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 13-ന്റെ 5 മുതൽ 7 വരെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെയും ഈ 3.5 വർഷത്തിന്റെ കണക്കൂട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. 42 മാസത്തെ കുറിച്ചുള്ള ഒരു കണക്കൂട്ടുണ്ട്. 42 മാസം 42 മാസം എന്നുള്ളൊരു കണക്ക്, അത് 3.5 വർഷം. सो ये 3.5 वर्ष के विषय में जो 42 मंथ्स होता है, महीना होता है, वो विषय में दानियल 7 के 25, 12 का 11, रेवलेशन 11 का 1 से लेकर 3 और 13 का 5 से लेकर 7 42 मंथ्स के बारे में बताया. प्रकाशित वाक्य 11 का 1 से लेके 3 वचन, फिर 13 अध्याय का 5 से लेके 7, ये सब जगह में 42 मंथ्स जो 3.5 वर्ष है उस विषय में बताया गया है. അപ്പോൾ ഇത് കണ്ടോ, അപ്പൊ ഈ 2 ഘട്ടമായിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ്. तो ये एक सप्ताह जो 7 साल है उसे दो भाग में किया गया है. पहला 3.5 साल, दूसरा 3.5 साल. അതുകൊണ്ടാണ് നമ്മള് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ അത് മുദ്രകളെ പൊട്ടിക്കുമ്പോൾ പുറപ്പെടുന്ന കുതിരകൾ. ഹലോ, വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് 6-ാം അധ്യായത്തിന്റെ അകത്ത് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ പുറപ്പെടുന്ന കുതിരകളുടെ ദർശനം, അതിന്റെ അകത്ത് ആ പ്രവചനം നമ്മൾ കാണുന്നു. प्रकाशित वाक्य 6 अध्याय का पहले से कुछ वचन हम जब पढ़ते हैं, वहां पर हम देखते हैं कि मोहर खोली जाएगी और वहां पर जो है घोड़े निकल आ रहे हैं. പല തരത്തിലുള്ള കളറിലുള്ള കുതിരകൾ പുറപ്പെടുകയും और विभिन्न रंग के जो है घोड़े वहां पर दिखते हैं. കുതിര ആദ്യമായി പുറപ്പെടുന്നു. सबसे पहला श्वेत घोड़ा है. അത് കഴിഞ്ഞ് അതിന്റെ സ്വഭാവം മാറി അത് ചുമപ്പാകുന്നു. फिर हम देखते हैं कि उस घोड़े का जो है स्वभाव बदलकर फिर वो കറുത്തതാകുന്നു. फिर लाल रंग जो है वो बदलकर काला होता है. മഞ്ഞ നിറത്തിലേക്ക് പോകുന്നു. फिर हम देखते हैं कि उसका जो रंग बदलता है फिर वो पीला हो जाता है. ഇതിന്റെ വ്യാഖ്യാനം അതുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ വെള്ളക്കുതിര. सबसे पहला जो है श्वेत घोड़ा. ഈ 6-ാം അധ്യായത്തിന്റെ അകത്ത് പുറപ്പെടുന്ന കുതിരകൾ ഈ എതിർ ക്രിസ്തുവിനെ പ്രതികരിക്കുകയാണ്. और यहाँ जो घोड़े बताए हैं ये विरोधी मसीह एंटी क्राइस्ट के विषय में बताया है. അതുകൊണ്ടാണ് ആദ്യത്തെ 3.5 വർഷം സമാധാന രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് സകല രാജ്യങ്ങളെയും തന്റെ കൊടിക്കീഴിലാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകർത്താവ്, ഒരു പ്രഭു ഈ ഭൂമിയിലേക്ക് തന്റെ ഭരണം കൊണ്ടുവരികയാണ്. और 7 वर्ष का सबसे पहला 3.5 वर्ष जो है, ये जो प्रदान जो है सबके साथ बड़े शांति के साथ सब देशों के साथ शांति में अनुभव में शासन करता है और अपने वश में लेकर आता है. വമ്പ് പറയുന്ന നാവ് അവനുണ്ട്. और वो झूठ बोलने वाला एक मुंह उसे है.
നമ്മള് 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കണ്ടായിരുന്നോ? ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പത്തെ കൊമ്പുകളിൽ 3 വേരോട് പറഞ്ഞു പോയി, ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ സകല കണ്ണ് ഉണ്ടായിരുന്നു. കണ്ണ് സകലത്തെയും, ഭൂമിയെ മുഴുവൻ കാണുന്ന, എന്താ പറയുന്ന, മനസ്സിലാക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു വിവേകത്തിന്റെ കഴിവ് എതിർക്രിസ്തുവിനുണ്ട്. അപ്പോൾ തന്നെ വമ്പു പറയുന്ന ഒരു വാക്കുകളാൽ മനുഷ്യനെ വശീകരിക്കുന്ന ഒരു ബുദ്ധിശാലിയായ ഒരു നേതാവായിരിക്കും എതിർക്രിസ്തു. विरोधी मसीह के विषय में दानियल का किताब 7 अध्याय उसका 8वां वचन 7वां वचन से 7-8 वचन में लिखा गया है कि 8वां वचन, उसमें जो सींग आ रहा है, 10 सींग में से एक छोटा सा सींग आता है, जिनके बीच में 3 उखाड़े पहले 3 उखाड़े जाएंगे, फिर एक सींग में मनुष्य की सी आंखें। सो जो ये मनुष्य की सी आंखें बताता है, ये विरोधी मसीह के विषय में, उसके स्वभाव के विषय में है। मतलब वो सभी को पूरे संसार को देखता है, उसमें ज्ञान है, उसमें विवेक है। फिर उसमें लिखा है कि वो बड़ा बोलने वाला मुंह भी है। उसके पास एक ऐसा मुंह है जो सबों को बातों में वश करता है। बड़ा बुद्धिशाली विरोधी मसीह है। ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റോമക്കാരുടെ ഒരു നവോത്ഥാനം ഈ ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു 2ാമത്തെ നവോത്ഥാനത്തിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു, 10 രാജ്യങ്ങൾ ചേർന്നുള്ള യൂറോപ്യൻ നേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അതിൽ കൂടെ വരുന്നത്. അപ്പോൾ ഇത് റോമിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ റോമിന്റെ നവീകരണത്തിൽ കൂടെ വരുന്ന സ്ത്രീയുടെ ശക്തിയാൽ പുറപ്പെടുന്ന ഒരു രാഷ്ട്ര നേതാവ് ആയിരിക്കും എതിർക്രിസ്തു എന്ന് പല അഭിപ്രായങ്ങളുണ്ട്. ഈ ദാനിയേലിന്റെ പ്രവചന പ്രകാരം അതിനെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. और विरोधी मसीह के विषय में हमने पहले भी देखा है कि रोमी राष्ट्रों के बीच में से आएंगे। 7 और 8 में हमने पहले इस विषय में मनन किया था। 10 यूरोपियन नेशन के बीच रोम में से आने वाला है ये विरोधी मसीह। ആമേൻ. അത് അവസാനത്തെ ആദ്യത്തെ ഭരണം സമാധാനത്തിൻ്റെതായിരിക്കും. അടുത്ത 3.5 വർഷം ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയും, മഹാപീഡനത്തിന്റെ സമയമാണ്. ആ കാലയളവാണ്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് യേശു കർത്താവ് മധ്യാകാശത്തിൽ ഈ ഭൂമിയിലേക്ക് തന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് കടന്നു വരുന്നത്. ആ ഒരു വെളിപ്പാടാണ് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ അടുത്ത് 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ 7-ന്റെ 26-ന്റെ അവസാന ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, അതാണ് നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ച് ഏജിന് വേണ്ടിയുള്ള, ഇപ്പം പ്രവാചകന്മാര് പ്രവചിച്ചു, അവർക്ക് ചർച്ചിനെ കാണാനേ പറ്റിയിട്ടില്ല. അവർ ചർച്ചിനെ പറ്റിയുള്ള ഒരു പ്രവചനമേ അവർക്ക് അവരുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇല്ല. യെശയ്യാവിലും ഇല്ലായിരുന്നു, ദാനിയേലിലും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ നിർണയിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്, സഭയ്ക്ക് വേണ്ടി. കർത്താവിന്റെ മേഘപ്രത്യക്ഷത്തെ കുറിച്ച് 2 ദിവസം 2-ാം അധ്യായത്തിലെ അവിടെ ഇങ്ങനെ പറയുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവനും വെളിപ്പെടുകയും വേണമെന്ന് പറയുന്നു. അപ്പം അതിന് ശേഷമായി ആണോ ആ വചനം വെച്ച് നോക്കുമ്പോ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ആ ലേഖനത്തിൽ കാണിക്കുന്നത്.
ഈ സഭയുടെ പീഡനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ വരവെ പല രീതിയിൽ പഠിപ്പിക്കുന്ന പഠിപ്പീരുകളുണ്ട്. അല്ലല്ല, ഞാൻ ദൈവവചനമാണ് ചോദിച്ചത്. ഈ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലാ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നത് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന പാപത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോയി വരുത്. ആരും ഏതു വിധേനെ നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുന്ന നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടുകയും വേണം. പിന്നെ അങ്ങനെ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച ദൈവം എന്നോ പൂജാഭിഷേകം എന്ന പേരുള്ള സകലത്തും മീതെ തന്നെത്താൻ ഉയർന്ന എതിരാളി എത്രയെന്ന് ഇവിടെ പറയുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് 4:16 ഒന്ന് തെസ്സലോനി അല്ലേ? 1 തെസ്സലോനി രാത്തോടും പ്രധാനതൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗ്ഗത്തിൽ മധ്യാകാശത്തിൽ ഇറങ്ങി വരും. അപ്പം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ചോദ്യം എന്തുവാ? പീഡനത്തിൽ കൂടെ അനുഗ്രഹിച്ചു വന്ന ശേഷമാണോ സഭ എടുക്കപ്പെടുന്നതാണോ ചോദ്യം? അല്ല, ഇങ്ങനെ ഈ വചനമാണ് എനിക്ക് സംശയം വന്നത്. ഇപ്പൊ പക്ഷെ പഠിപ്പീര് ഒന്ന് സഭയുടെ ഉൽപ്രാവരണം എന്തുവാ എതിർക്രിസ്തുവിന് മുൻപേ, രണ്ടാമത് എതിർക്രിസ്തു വന്ന് ആ 3.5 വർഷത്തിന് ശേഷം. ഓക്കെ, അത് ആ 2 പഠിപ്പീരുണ്ട്. അപ്പം ഞാൻ ദൈവവചനം റെഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ ഇതല്ലാതെ അതാണ് ചോദിച്ചത്. മനസ്സിലായി. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പെന്റിക്കോസ്റ്റൽ തിയോളജിയൻസ് ബിലീവ്സ് ദാറ്റ് നമ്മള് വായിക്കുന്നത് ആ എന്താ പറയുന്നത്, ഈ ദാനിയേൽ പ്രവചനമാണെങ്കിലും റെവലേഷൻ ആണെങ്കിലും നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് തന്റെ കുറുപ്രാവിനെ എന്താ പറയുന്നത് ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല. അപ്പം ഈ പീഡയുടെ അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നുണ്ട്. അല്ല, അതിന് വെളിപ്പെടുമെന്ന് ഇതിനകത്ത് കാണുന്നത്. അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ബാബിലോണി സാമ്രാജ്യം മുതൽ മൃഗരാജ്യമാണ്. മധ്യപ്രദേശ്, അപ്പോൾ യവന രാജ്യം, റോമൻ സാമ്രാജ്യം ഒക്കെ കാണിക്കുമ്പോൾ അത് മൃഗരാജ്യങ്ങളായിരുന്നു. അതിന്റെ മേലെ ഈ മൃഗത്തിന്റെ എതിർക്രിസ്തുവിന്റെ ശക്തിയാ, വ്യാപാരമാണ് ആ രാജ്യങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അതാണ് ദാനിയേലിന് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴുള്ള പീഡയാണല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ പീഡകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് പക്ഷെ നമ്മുടെ പെന്തിക്കോസ്റ്റൽ വിശ്വാസം എതിർക്രിസ്തു വരുന്നതിന് മുമ്പേ സഭയെ ദൈവം എടുക്കും. അതിനുശേഷം അധർമ്മമൂർത്തിയുടെ അല്ലെങ്കിൽ വിരോധി മസി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് എന്റെ വിശ്വാസവും എന്റെ കൺസെപ്റ്റ്. Thank you, Pastor. Thank you. Okay, हिंदी में भी बोल सकता है. कैसी है सिस्टर? मुझे थोड़ा डिफिकल्टी हो रहा है वो सप्ताह का एक्सप्लेन हिंदी में करने के लिए. आप बोल दोगे? या पास्टर जी ये बातों को पूछा था कि तेसलोनिके के पुस्तकों में तो 2 तेसलोनिके के पुस्तकों में 2 अध्याय में पौलुस ने बताया गया है कि हम किसी भी बातों में इतना जल्दी प्रभावित नहीं होना है, क्योंकि पहला तो विश्वास की त्याग होना है और अधर्म की जो पुत्र है उसका शक्ति प्रभाव प्रारंभ से होएगा. उनका पूछने का उद्देश्य यही था कि कलीसिया उठा लिया जाने से पहले ही विरोधी मसीह आएगा ही क्या, उसका प्रभाव और शक्ति ये धरती में होगा करके पूछ रहा था. तो ये बहुत बड़ा एक डिबेट हो रहा है, बहुत बड़ा एक स्टडी है, क्रिटिकल आर्ग्यूमेंट्स है ये. तो अलग अलग प्रभु के दासों ने अलग अलग तरीका से कलीसिया की जो उठा लिया जाने का राप्चर के बारे में सिखाता है. तो प्री राप्चर में ये सिखाता है जो विरोधी मसीह आने से पहला प्रभु अपने कलीसिया को
उठा लिया जाएगा। और जैसा अपने कलीसिया को उठाएगा, उसके बाद विरोधी मसीह, इसके लिए जो हम थिस्सलुनीके के पुस्तकों में उसके आगे पास जो पढ़ा वाला वचन में ही अभी जो रुकाने वाला रास्ता से हटना है। अभी विरोधी मसीह की शक्ति और प्रभाव बहुत ज्यादा है, प्रभावित है, हो रहा है लोगों में, जातियों में, व्यक्तियों में, कलीसिया के विरुद्ध, प्रभु के लोगों के विरुद्ध। लेकिन वो पूर्ण रीति से नहीं आया है, वो पूर्ण रीति से प्रकट नहीं हो गया है। उसका रुकाने वाला पवित्र आत्मा है। तो पवित्र आत्मा कलीसिया को उठा कर लेके जाएगा, तो अभी वो अधर्म का जो पाप की जो विरोधी मसीह या धरती पर प्रकट होगा। तो कुछ लोग कहते हैं विरोधी मसीह आने के बाद 3.5 साल के बाद जो पीड़ा की 2 प्रकार का है, क्लेश और महाक्लेश का समय है। पहला क्लेश का समय 3.5 का, और उसके बाद के 3.5 महाक्लेश बोलता। तो क्लेश के जो 3.5 साल के बाद इतना ये बातों को हमने सुना है, और भी आप लोग पढ़ी है, और इस प्रकार के क्वेश्चन पे प्रश्न भी आपको पूछ सकता है। प्रभु के दास लोग हमारे साथ है, तो वो भी हमें सिखाएंगे, समझाएंगे। ओके, प्रभु आप सभी को आशीष करें। थैंक यू, गॉड ब्लेस यू। थैंक यू पास्टर जी, प्रभु आपको बहुत ही से आशीष करे और भी परमेश्वर आपको मदद करे। किसी को भी परमेश्वर ट्रांसलेशन करने के लिए सहायता किया। इसलिए आइए हम लास्ट प्रार्थना करके हम इस मीटिंग को समाप्त करें। लास्ट प्रार्थना टीटी अब्राहम पास्टर प्रार्थना करके आशीर्वाद बोले मीटिंग को हम समाप्त करें। पवित्र परमेश्वर तेरे नाम की स्तुति और धन्यवाद करते हैं प्रभु जी। स्वर्गीय वाणी हालेलुया हमको आपने दिया है। यीशु मसीह आने के पहले जो कुछ पृथ्वी पर होने वाला है उसके बारे में हम सीखने के लिए आपने अवसर दिया। तेरे दासों को प्रभु जी आपने इस्तेमाल किया जाए सारा बात समझने के लिए। प्रभु का आत्मा हमको सहायता करते रहे प्रभु जी। हालेलुया थोड़ी देर तेरे चरणों में बैठकर वचन दानियल का किताब से और प्रकाश वाक्य किताब से पढ़ने के लिए आपने अवसर दिया, इसलिए धन्यवाद। यीशु जल्दी से जल्दी आने वाला है, इसलिए हम तैयारी में रहने के लिए हमको मदद कर प्रभु जी। जब आप आएंगे हालेलुया आपके उपस्थिति में हम रहने के लिए, तैयारी में रहने के लिए हमको सबको सहायता करना प्रभु जी। तेरे वचन सिखाने के लिए पास्टर को तूने अभिषेक करके हमारे बीच में इस्तेमाल किया, इसलिए धन्यवाद। तेरे दास को सहायता करते रहना प्रभु जी। आगे भी तेरे वचन सिखाने के लिए सामर्थ्य और अनुग्रह बुद्धि स्वर्गीय ज्ञान अपने जीवन में देते रहना प्रभु जी। तेरा वचन सीख कर प्रभु जी और तेरे नजदीक रहने के लिए हम सबको मदद करना प्रभु जी। अपना विश्वास में हालेलुया स्थिर होकर आगे जाने के लिए हमको मदद कर प्रभु जी। हमारे लिए हालेलुया जल्दी से जल्दी आने वाला यीशु को हालेलुया उनके उपस्थिति में होने के लिए, तैयारी में रहने के लिए हम सबको मदद करना प्रभु जी। हालेलुया अभी तक आपने हमको मदद किया, इसलिए धन्यवाद। आने वाले दिनों में आने और आपके नजदीक रहने के लिए हम सबको मदद करना प्रभु जी। तेरे वचन पालन करने के लिए, विश्वास करने के लिए, हालेलुया सिखाने के लिए हमको आशीष देते रहना प्रभु जी। आज रात का वक्त प्रभु जी हम विदा होते हैं, हमारे साथ हो आगे और तेरे वचन सीखकर तेरे महिमा के लिए इस्तेमाल होने के लिए हमको मदद करना प्रभु जी। सारा लोगों के लिए हम आशीष करते प्रार्थना करते हैं, सबको आशीष कर किसिया के लिए धन्यवाद करते हैं। तेरे दासी को हालेलुया अनुवाद करने के लिए अवसर दिया, आरोग्य दिया, ज्ञान दिया, इसलिए हम धन्यवाद करते हैं। तेरे दासी को भी सहायता कर, अनुग्रह कर, स्वर्गीय आशीष से भर दे प्रभु जी। कितने लोग आज शामिल हुआ है, सबको नाम पर नाम आशीष किया जाए। आगे का दिनों में प्रभु जी तेरे और नजदीक रहने के लिए, तेरे इच्छा के अनुसार चलने के लिए हमको मदद कर। अपना विश्वास में स्थिर रहने के लिए और बढ़ते रहने के लिए हमको मदद कर। सारे आशीषों के लिए सबको भर दे प्रभु जी। प्रार्थना सुना, इसलिए धन्यवाद। यीशु मसीह के पवित्र नाम से हम प्रार्थना करते हैं, सुना ग्रहण कर स्वर्गीय पिता, आमीन।
अभी प्रभु यीशु मसीह का फसल पिता परमेश्वर का प्यार और तो आत्मा के संग और अनुग्रह हम सबके साथ हमेशा होते रहे। आमीन। ने आपको मदद किया इसलिए प्रभु का धन्यवाद करें। हालेलुया हालेलुया हालेलुया। प्रभु आप सबको आशीष दे। गॉड ब्लेस यू पास्टर जी। गॉड ब्लेस यू। धन्यवाद। थैंक यू सबों को। प्रेज द लॉर्ड। उनको सारे विश्वासियों को प्रभु सबको प्रेज द लॉर्ड। प्रेज द लॉर्ड। किसी को डाउट है तो मैसेज में अगर मुझे मैसेज करेंगे तो नेक्स्ट वीक हम पास्टर से वो डाउट क्लियर कर देंगे। 70 थोड़ा डिफिकल्ट सब्जेक्ट है। अगर किसी को कुछ सवाल है तो कृपया करके मुझे मैसेज करे, बताए, फिर उसका क्लैरिटी हम परमेश्वर के दास से लेंगे। थैंक यू। प्रभु सबों को आशीष करे। शुभ रात्रि। ओके, गुड नाइट यू ऑल। प्रेज द लॉर्ड। प्रेज द लॉर्ड।